കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ലോകത്തിൻ്റെ കഠിനപാപത്തെ മായ്ക്കാൻ കാൽവറിയുടെ കൊലമരത്തിൽ കള്ളന്മാരുടെ നടുവിൽ പച്ച പൈൻമരക്കുരിശിൽ കാര്യരൂപാണികളിൽ തൂക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കിത്തന്ന കർത്താവും രക്ഷിതാവും പരിപാലകനും ഭരണകർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും ധന്യവുമേറിയ നല്ല രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹനീയ സുവിശേഷം ചുമലിലേന്തി ഈ ദൈവാലയത്തിൻ്റെ അകത്തളത്തിൽ നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ശ്രേഷ്ഠ പദവിയെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും അധ്യക്ഷത വഹിക്കുന്ന സ്നേഹവും ബഹുമാനവുമുള്ള റവറൻ ലൂയിസ് അച്ഛനെ കാണുന്നുണ്ട് അതിയായ സന്തോഷം. അച്ഛൻ്റെ കഴിഞ്ഞ നാളുകളിലെ ഈ ദേശത്തുള്ള പൗരോഹിത്യ ശുശ്രൂഷ ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുന്നതോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പറയുന്നത് പോലെ ദൈവം അയച്ചിട്ടൊരുവൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര് പറഞ്ഞതുപോലെ ദൈവം അയച്ചിട്ടൊരുവൻ ഈ ദേശത്തേക്ക് വന്നു, അവൻ ഈ ദേശത്തിന് അനുഗ്രഹമായി തീർന്നുവെന്ന് ദേശം സാക്ഷീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച പ്രിയപ്പെട്ട സഭയിലെ കമ്മിറ്റി അംഗങ്ങളോടുള്ള പ്രത്യേക നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. എന്നെ നിരന്തരമായി വിളിച്ചെന്നോട് കാര്യങ്ങളൊക്കെ അറിയിക്കുകയും അതുപോലെ തന്നെ ഈ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുകയൊക്കെ ചെയ്ത സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജയൻ അവറുകളെ കാണുന്നുണ്ട് അതിയായി സന്തോഷം. അദ്ദേഹത്തിൻ്റെ നല്ല സേവനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ആരാധനയ്ക്ക് ഗാനങ്ങൾ കൊണ്ട് അകമ്പടി സേവിക്കുന്ന അനുഗ്രഹീത ഗായക സംഘത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവിടെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഒരു മനോഹരമായി കീബോർഡ് വായിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ്. അദ്ദേഹത്തെ കാണുന്നതുകൊണ്ട് അതിയായ സന്തോഷം. ഹല്ലേലൂയ. ഞാൻ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ അയ്യാ പാടുന്ന പാട്ടിനൊക്കെ നീ വായിച്ചു തരുമോ? അവൾ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് കുഞ്ഞിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ കുഞ്ഞും ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇന്ന് ഈ എൻ്റെ പരുക്കനായ ശബ്ദത്തെ നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് വളരെ മധുരകരമായിട്ട് എത്തിച്ചു തരുന്ന സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ മഹനീയ സുവിശേഷം കേൾക്കുന്നതിന് ഹൃദയങ്ങളെയും കർണപുടങ്ങളെയും ഒരുക്കി കാത്തിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് ഈ ശബ്ദപരിധിക്കുള്ളിൽ തങ്ങൾക്ക് ഈ വചനം കേൾക്കണമെന്ന താല്പര്യത്തോടുകൂടെ ആയിരിക്കുന്ന ദൈവജനത്തെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളിൽ അനുഗ്രഹീത വചനങ്ങളെ കേട്ടവരാണ് നിങ്ങൾ. ഇത് ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുങ്ങി കാണപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ശബ്ദവും കൂടെങ്ങി പോരട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാനിന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളിന്ന് കൊതിയോടെ ദൈവത്തെ ആരാധിക്കാൻ വന്ന എത്ര ദൈവജനം ഇതിനകത്തുണ്ട്? കൊതിയോടെ. നമുക്ക് വസ്ത്രങ്ങളോട് കൊതിയുണ്ട്, ആഹാരങ്ങളോട് കൊതിയുണ്ട്. എന്നാൽ ദൈവത്തെ ആരാധിക്കാനുള്ള കൊതി കൊണ്ട് വന്ന് എത്ര ദൈവജനമുണ്ട്? കരങ്ങളെ ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഈ പറയുന്ന കൊതിയൊന്നും ഞങ്ങൾക്കില്ല. ചുമ്മാ അച്ഛനിങ്ങനെ വിളിച്ച് പല പ്രാവശ്യവും പറഞ്ഞു, പിന്നെ പരസ്യം പറയുമല്ലേ, പിന്നെ എങ്ങനെ വരാതിരിക്കുന്നത് അല്ലേ? പിന്നെ സെക്രട്ടറി കണ്ടപ്പോൾ 3 പ്രാവശ്യം പറഞ്ഞു വരണേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി കമ്മിറ്റിയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് വരാതിരിക്കുന്നത് അല്ലേ? ഞാൻ പിന്നെ കൊയറിലുള്ളോണ്ട് വന്നെന്നുള്ളതേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ.
അങ്ങനെ ചിന്തിച്ച് വന്നവരാണോ നിങ്ങൾ? അതോ കൊതിയോടെ ഒന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് വന്ന എത്ര ദൈവജനമുണ്ട്? പിന്നെയില്ല. ഞാൻ വിചാരിച്ച് മനസ്സിലാകാത്തോണ്ടായിരിക്കുമെന്ന്. അപ്പം മനസ്സിലാകാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം പൊക്കാത്തതാ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല, അതുകൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊതിയോടെ ദൈവത്തെ ആരാധിക്കാൻ വന്ന ദൈവജനം ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കൊതിയോടെ ദൈവത്തെ ആരാധിക്കണം. ആമേൻ. നമ്മളൊരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുക. ഞാൻ പാപ്പനംകോട് CSI സഭയിലെ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ അടിവയറ്റിനൊരു വേദന ഉണ്ടായി. ആമേൻ. എനിക്ക് 2 കാരണങ്ങൾ കൊണ്ട് ആ വേദന വരാം. ഒന്ന്, ഹെർണിയ എന്ന് പറയുന്ന രോഗം എന്നെ ബാധിച്ചിട്ടുണ്ട്. 2, കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ചെറിയ ആരംഭം എനിക്കുണ്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഈ അടിവയറ്റിന് വല്ലാത്ത വേദന തോന്നി. എൻ്റെ വാഹനം റോഡ് സൈഡിൽ ഒരു തട്ടുകടയോട് ചേർന്ന്, രാത്രി 1:30 മണിക്കാണ്, 24 മണിക്കൂറുമുള്ള ഒരു തട്ടുകടയോട് ചേർത്ത് നിർത്തി. അവിടെ നിന്ന് ഇച്ചിരി വെള്ളം വാങ്ങി കുടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, കാറിനകത്ത് കയറിയിരുന്ന് മൊബൈൽ എടുത്തിട്ട് കാറിനകത്ത് സ്പീക്കറിൽ തന്നെ പാട്ടിട്ട് കേൾക്കാം, ചില ക്രിസ്തീയ ഗാനങ്ങളിട്ട് കേൾക്കുമ്പോൾ ഇതിന് ശമനം വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ചിന്ത മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ വേദന മറന്ന് എനിക്ക് വീട്ടിലെത്തിക്കാരം എന്ന് ഞാൻ ചിന്തിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വാഹനം ഒതുക്കിയിട്ട് എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിട്ടിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് കാണാനിടയായി തീർന്നു. 4 വരി കോറസാണത്. അതിങ്ങനെയാണ്: കൊതിയാണപ്പ, കൊതിയാണപ്പ, നിൻ സാന്നിധ്യത്തിൽ മറയാൻ കൊതിയാണപ്പ, 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 നിൻ ഹിതങ്ങൾ ചെയ്യാൻ കൊതിയാണപ്പ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇതാണ് വരി. അപ്പോൾ ഞാനത് വീണ്ടും അത് കേട്ടതിന് ശേഷം ഇതിൻ്റെ മുഴുവനായിട്ടൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ച് യൂട്യൂബിൽ നിന്ന് അത് തപ്പിയെടുത്തു. ഞാൻ മുഴുവനായിട്ടൊരു 2 പ്രാവശ്യം കേട്ടു. അപ്പോൾ ഞാനും എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, കർത്താവേ, അന്ന് ഞാൻ അടൂരിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അടൂരിൽ നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് ശുശ്രൂഷ ചെയ്ത് മടങ്ങിപ്പോകുന്നത്, ഈ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് ഒരു ഡ്രൈവർ പോലും ഇല്ലാതെ വാഹനം ഓടിച്ചിങ്ങനെ പോകുന്നത്, കർത്താവേ, ആമേൻ, സ്തോത്രം, വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടല്ല, ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള ആർത്തി കൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് കർത്താവേ, കൊതി കൊണ്ട് ചെയ്യുന്നത്. കാരണം എന്തെന്നറിയാമോ? ആമേൻ, ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ആരെങ്കിലും വന്ന് കയ്യിൽ പിടിച്ചിട്ട് പറയും, ആമേൻ ബ്രദർ, താങ്കളുടെ ശുശ്രൂഷ എനിക്ക് ഇന്ന് അനുഗ്രഹമായിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന് രാത്രിയിൽ നിന്നതിന് ദൈവമേ ഒരു വലിയ പ്രതിഫലമുണ്ടായല്ലോ എന്നുള്ള ഒരു സന്തോഷം, ഒരു ആത്മസംതൃപ്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവേ എന്ന് ഞാനും പ്രാർത്ഥിച്ചു. 2-3 പ്രാവശ്യം ഈ ഗാനം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന അകന്നു പോകുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും, ഇന്ന് പലയിടങ്ങളിൽ നിന്നും, വ്യത്യസ്തമായ ഭവനങ്ങളിൽ നിന്ന്, വ്യത്യസ്ത മാനസിക അവസ്ഥയിൽ ഈ അകത്തളത്തിലേക്ക് കയറി വന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ ആമേൻ ചിന്തകൾക്കും, നിങ്ങളുടെ എല്ലാ വേദനകൾക്കും, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ ഭാരങ്ങൾക്കും അറുതി വരുത്തുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആ ഗാനം ചേർന്ന് പാടാം. ഞാൻ പാടിത്തരുമ്പോൾ ഒന്ന് പാടാൻ ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കോർച്ചിയുമൊക്കെ കൂടെ എന്നെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ, ആമേൻ. സഹായിക്കത്തില്ലേ? എന്നാൽ പിന്നെ ഒന്ന് എണീറ്റ് നിന്നേ അവിടെ. കോഡ് മാത്രം ഒന്ന് പിടിച്ചവന് ഋതം ഒന്ന് ഓഫ് ചെയ്തിട്ട് കോഡ് മാത്രം. എന്നെ സ്നേഹിച്ചിടുന്ന ഒന്ന് പാടിക്കേ. എന്നെ മാനിച്ചിടുന്ന, ബി മേജറാണോ മക്കളെ? ബി മേജറാണോ പിടിച്ചിരിക്കുന്നത്? എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്,
നല്ലൊരു ദൈവമുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ഒരാളെന്ന് ചൂണ്ടിക്കേ, കൈ ഒന്ന് ചൂണ്ടിക്കേ. തൊട്ടടുത്ത് നിൽക്കുന്ന ഒന്ന് ധൈര്യമായിട്ട് ചൂണ്ടിക്കോ. ചൂണ്ടിയിട്ട് വേറൊന്നും പറഞ്ഞു കളയരുത്, പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ. ഒന്ന് ചൂണ്ടിക്കേ. എന്നിട്ടിങ്ങനെ ചൂണ്ടിക്കൊണ്ടൊന്ന് പറഞ്ഞേ, നിന്നെ സ്നേഹിച്ചിടുന്ന, നിന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. അല്പ ടെമ്പോ എന്ന് കുറച്ച് മക്കളെ, അല്പ ടെമ്പോ എന്ന് കുറച്ച്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, ഒരുമിച്ചൊന്ന് പഠിക്കുക. നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ നീ ചിന്തിക്കുന്നത്, നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ മാതാപിതാക്കളാണെന്നിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നീ ചിന്തിക്കുന്നത്, ചിലപ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാമെന്ന്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ പ്രണയിതാക്കളായിരിക്കാമെന്ന്. നോ. ഹല്ലേലൂയ. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നിങ്ങളെ ഏറ്റവും നന്നായിട്ട് മാനിക്കുന്നത്, ആമേൻ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് മാനിക്കുന്നത്, നിങ്ങളെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ കർത്താവിൻ്റെ വചനം ചിന്തിക്കാൻ പോവാണ്. വായിക്കാം. 120 സങ്കീർത്തനം 5-ാമത്തെ വാക്യം. ഒരാൾക്ക് മൈക്കിൽ കൂടെ വായിച്ചാൽ നന്ന്, എങ്കിൽ പുറത്ത് ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന ജനത്തിന് മനസ്സിലാകും ഇത് വായിക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ നിന്നാണെന്ന്. അതുകൊണ്ടൊന്ന് വായിക്കാമോ? ചെയ്യുന്നത് കൊണ്ട്, കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ട് എനിക്ക് അയ്യോ കഷ്ടം. ആമേൻ. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ആമേൻ. ചിന്തിക്കുന്ന ദൈവമക്കളെ, ഞാൻ പോകുന്നിടത്തൊക്കെ ഈ വചനം പഠിപ്പിച്ചിട്ടേ പിന്നെ വചനത്തിലേക്ക് കടക്കാറുള്ളൂ. കുറിവാക്യം ഒന്ന് പഠിപ്പിച്ചിട്ടേ വചനത്തിലേക്ക് കടക്കാറുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഇവിടെ ഇരിക്കുന്ന ദൈവജനം ഈ വചനം ഒന്ന് പഠിക്കണം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, ഞാൻ പറയുമ്പോൾ ഒന്ന് കൂടെ പറയണം. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും
കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. ഇതാരാ പറയുന്നതെന്നറിയാമോ? സങ്കീർത്തനക്കാരനായ ദാവീദാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. ആരോടാ പറയുന്നതെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തോട്. ദാവീദ് പറയുക, ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. വാക്യം കേൾക്കുമ്പോഴേ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഈ വാക്യത്തിനകത്ത് എന്തോ ഒരു പന്തികേട് ഒളിഞ്ഞിരിപ്പുണ്ട്. വാക്യം കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഈ വാക്യത്തിനകത്ത് എന്തോ ഒരു ഗൂഢമായിട്ടുള്ള ചിന്തയൊളിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ദാവീദ് ഇങ്ങനെ പറയാൻ കാരണം? ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയാൻ കാരണമെന്താ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉണ്ട് ഈ വാക്യത്തിനകത്ത് ചില സംഗതികളുണ്ട്, ചില മർമ്മങ്ങളുണ്ട്, ചില വെളിപ്പെടുത്തലുകളുണ്ട്. ആമേൻ സ്തോത്രം. മറഞ്ഞിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആമേൻ ചില പന്തികേട് ഈ വാക്യത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. അതിന്ന് രാത്രിയിൽ മനസ്സിലാക്കി നമുക്ക് മടങ്ങിപ്പോകാം. വാക്യമെന്താ? ഒന്നുകൂടെ ഒന്ന് പറയാമോ? വാക്യമെന്താ? ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. പറയുന്നത് ദാവീദ. ദാവീദ് മേശക്കെന്ന് പറയുന്ന ദേശത്തെ ചൂണ്ടിക്കാണിച്ച് കേദാർ കൂടാരത്തെ ചൂണ്ടിക്കാണിച്ച് പറയുക, ഞാൻ ഇതിനകത്ത് പാർക്കേണ്ടി വന്നത് എനിക്ക് കഷ്ടത്തിനിടയായി തീർന്നു, എനിക്ക് കഷ്ടം ഭവിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ഈ ചരിത്രം ശ്രദ്ധിച്ചാലേ ആമേൻ ദൂത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, ദൂത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ചരിത്രം അല്പം നന്നായി ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുക. നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ആമേൻ ദേശക്കാരെക്കുറിച്ചും ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് പേരെക്കുറിച്ചും മനസ്സിലാക്കണം. ഒന്ന് മേശക്ക്, രണ്ട് കേദാർ കൂടാരം. ആമേൻ. ഒന്ന് എന്താ? ഉറക്കെ ഒന്ന് പറഞ്ഞേ. മേശക്. രണ്ട് കേദാർ കൂടാരം. ആരാ മേശക്? മേശക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ നിങ്ങൾ മേശക് എന്ന പദം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ദൈവമക്കളെ? പറഞ്ഞേ. ശദ്രക്, മേശക്, അബേദ്നെഗോ. ഈ മേശക് അല്ല ഞാൻ ഈ പറഞ്ഞ മേശക്. ഹല്ലേലൂയ. ശദ്രക്, മേശക്, അബേദ്നെഗോവിലെ മേശക് അല്ല ഈ മേശക്. ഈ മേശക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ കാലങ്ങൾ ആമേൻ ഒത്തിരി പിന്നിലേക്ക് സഞ്ചരിക്കണം. ആമേൻ നോഹയപ്പച്ചൻ്റെ കാലഘട്ടത്തിലേക്ക് പോകണം. നോഹയപ്പച്ചൻ്റെ മക്കളിൽ ആമേൻ ഒരുവൻ്റെ പേരാണ് യാഫേത്ത്. നോഹയുടെ പുത്രന്മാരിൽ ഒരുവൻ്റെ പേര് യാഫേത്ത്. യാഫേത്തിൻ്റെ പുത്രനാണ് മേശക്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ മോശയപ്പച്ചൻ്റെ പൗത്രൻ അല്ലെങ്കിൽ മോശയപ്പച്ചൻ്റെ ആമേൻ സ്തോത്രം കൊച്ചുമകനായിരുന്നു ആര്? മേശക് എന്ന് പറയുന്ന ഈ വ്യക്തി. പണ്ട് കാലങ്ങളിൽ ഒരുവൻ ചെന്ന് പാർക്കുന്ന സ്ഥലത്തിന് അവൻ്റെ പേര് തന്നെയായിരിക്കും ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ആമേൻ. ഒരുവൻ ഒരു സ്ഥലത്തേക്ക് ചെന്ന് പാർത്താൽ അവന് ആമേൻ സ്തോത്രം അവൻ്റെ പേരായിരിക്കും പിന്നീട് ആ സ്ഥലം അറിയപ്പെടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആമേൻ നമ്മളൊക്കെ അറിയപ്പെടുന്നത് സ്ഥലപ്പേര് വെച്ചാ. ക്യാപ്റ്റൻ സാജൻ ജോൺ തിരുവനന്തപുരം, അല്ലെങ്കിൽ ക്യാപ്റ്റൻ സാജൻ ജോൺ നെടുമങ്ങാട്, ഞാൻ അടൂരിലായിരുന്നപ്പോൾ ക്യാപ്റ്റൻ സാജൻ ജോൺ അടൂര്, ഇങ്ങനെ വയ്ക്കും. കാരണം നമ്മളൊക്കെ അറിയപ്പെടുന്നത് ചില സ്ഥലപ്പേരിലാണ്. ജഗതി, ശ്രീകുമാർ, സുകുമാർ, അഴീക്കോട്. ആമേൻ സ്തോത്രം. മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ ആമേൻ സ്തോത്രം മനുഷ്യൻ സ്ഥലപ്പേര് കൊണ്ടല്ല അറിയപ്പെടുന്നത്, മറിച്ച് ആമേൻ സ്ഥലം മനുഷ്യൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ടോ? സ്ഥലം മനുഷ്യൻ്റെ പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ ആമേൻ ഈ പറയുന്ന നോഹയപ്പച്ചൻ്റെ പുത്രനാരാ? യാഫേത്ത്.
യാഫേത്തിന്റെ പുത്രൻ ആരാ? മേശക്. മേശക്ക് ചെന്ന ഒരു സ്ഥലത്ത് പാർത്തു. അവൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് പാർത്തു. അവൻ പിന്നെ അവിടെ സ്തോത്രം അവൻ്റെ തലമുറകൾ അവിടെ ഉണ്ടായി. ആ തലമുറകൾ ഒരുമിച്ച് ആ മേശക്കിൽ ആ സ്ഥലത്ത് പാർത്തു. അങ്ങനെ ആ സ്ഥലത്തിന് ആദ്യമായിട്ട് അവിടെ ചെന്ന് പാർത്ത മേശക്കിൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ടോ? മേശക്കിൻ്റെ പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ ആ സ്ഥലം മേശക്ക് എന്നറിയപ്പെട്ടു. ഈ മേശക്കിനെ കുറിച്ച് ബൈബിളും അതുപോലെ ചരിത്ര പുസ്തകങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ മേശക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് യാഫേത്തിന്റെ പുത്രനായ മേശക്കിന്റെ തലമുറകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാർത്തു വന്നപ്പോൾ അവിടെ എന്തുണ്ടായെന്നറിയാമോ? ഇല്ലാത്ത മ്ലേച്ഛതകളൊന്നും സ്തോത്രം അവിടെ നടക്കാത്ത മ്ലേച്ഛതകളൊന്നും ഇല്ലായിരുന്നു. ലോകത്തന്നുണ്ടായിരുന്ന സർവ്വ മ്ലേച്ഛതകളും എവിടെയുണ്ടായിരുന്നു? മേശക്കിലുണ്ടായിരുന്നു. ലോകത്തന്ന് ഉണ്ടായിരുന്ന സർവ്വ മ്ലേച്ഛതകളും മേശക്കിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണ ദൈവമക്കളെ, അന്ന് ഉണ്ടായിരുന്ന മ്ലേച്ഛതകളെ കുറിച്ച് ഞാൻ പറയാം. വീഞ്ഞു കുടിച്ച് മതോന്മത്തരായി ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾക്ക് ആക്കം കൂട്ടിയിരുന്നവർ മേശക്കിലുണ്ടായിരുന്നു. മനസ്സിലാക്കുന്നു ദൈവമക്കളെ? പൊൻവാണിഭക്കാരുണ്ടായിരുന്നു, പെൺവാണിഭക്കാരുണ്ടായിരുന്നു, പീഡനം ചെയ്യുന്നവരുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, പിടിച്ചുപറിക്കാരുണ്ടായിരുന്നു, മോഷ്ടാക്കളുണ്ടായിരുന്നു, കൊള്ള സംഘങ്ങളുണ്ടായിരുന്നു, വ്യഭിചാരികളുണ്ടായിരുന്നു, പരസംഘം ചെയ്യുന്നവരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ ലോകത്തെന്തൊക്കെ മ്ലേച്ഛതകളൊന്നുണ്ടായിരുന്നു, ആ സർവ്വ മ്ലേച്ഛതകളും നിലനിന്നിരുന്ന ഒരു ദേശത്തിന്റെ പേരാണ് ഏത്? മേശക്. അതുകൊണ്ട് ദാവീദ് പറയുക, ദാവീദിനും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്, സാഹചര്യവശാൽ ദാവീദിനും എവിടെ ചെന്ന് പാർക്കേണ്ടി വന്നിട്ടുണ്ട്? മേശക്കിൽ ചെന്ന് പാർക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ദാവീദ് ചെന്ന് പാർത്തിട്ട് ദാവീദ് പറയുക, അയ്യോ, ഞാൻ ഈ മേശക്കിൽ വന്ന് പാർക്കേണ്ടി വന്നത് എനിക്ക് കഷ്ടത്തിനിടയായി തീർന്നു, അയ്യോ കഷ്ടം എന്ന് ദാവീദ് പറയുക. അപ്പൊ മേശക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? മേശക്കാരാണ്? ദാവീദിന്റെ മകനോ? നോഹയുടെ മകൻ യാഫേത്തിന്റെ പുത്രനാണ് അല്ലേ? നോഹയുടെ കൊച്ചുമകനാണ്. പിന്നെ ആ ദേശം പിന്നെ എന്തായി തീർന്നു? സർവ മ്ലേച്ഛതകളുടെയും ഒരു അല്ലെങ്കിൽ മ്ലേച്ഛതകളുടെയും ഒരു കേന്ദ്രമായി മാറി. അതാണ് മേശക്ക്. ഇനി നമുക്ക് ആരെക്കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞേ. കേദാർ കൂടാരത്തെക്കുറിച്ച്. ആരാ കേദാർ? എന്താ കേദാർ? എന്താ കേദാർ കൂടാരം? ശ്രദ്ധിക്കണേ, കേദാർ കൂടാരത്തിനെ കുറിച്ച് ചരിത്രം പറയുന്നത് ഇങ്ങനെയാ. ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെയാ കാണപ്പെടുന്നത്. കേദാർ എന്ന് പറയുന്നത് ഒരു നൊമാഡ്സ് പീപ്പിളാണ്. അറിയാമോ മക്കളെ? നൊമാഡ് എന്ന പദത്തിന്റെ അർത്ഥം നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാമോ? നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർ, അല്ലെങ്കിൽ നാടോടികൾ എന്നാണ് മലയാളത്തിൽ സ്തോത്രം ഒരു ഒറ്റ അർത്ഥം വരുന്നത്. അതാണ് നാടോടികൾ എന്നാണ്. നൊമാഡ്സ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നാടോടികൾ എന്നാണ്. കേദാർ എന്ന് പറയുന്നത് ഒരു നൊമാഡ്സ് പീപ്പിൾ ആയിരുന്നു, നാടോടി സംഘമായിരുന്നു. അവരെ ഇങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഒരു അറബി നാടോടി സംഘം. ഒരു അറബി നാടോടി സംഘം. ആരാണ് കേദാർ? അറബി നാടോടി സംഘം. അപ്പോൾ ഈ നാടോടി സംഘത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, പണ്ട് എൻ്റെയൊക്കെ കൊച്ചുകാലത്ത് ഈ നാടോടി സംഘം നമ്മുടെ ഓരോ ജംഗ്ഷനുകളിൽ വരും. അവർക്കറിയാവുന്ന ജാലവിദ്യകളൊക്കെ കാണിച്ച് ജംഗ്ഷനിലുള്ളവരെയൊക്കെ എന്ത് ചെയ്യും? കയ്യിലെടുക്കും. അങ്ങനെ അവർ അവിടെ നിന്ന് കളക്ട് ചെയ്ത് തുകയൊക്കെ കൊണ്ട് അടുത്തൊരു ജംഗ്ഷനിലേക്ക് പോകും. അങ്ങനെ മാറി മാറി നാടോടി സഞ്ചരിക്കുന്നവരാണ് ആര്? സ്തോത്രം, നാടോടികൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ നാടോടി സഞ്ചരിച്ചിരുന്ന ആൾക്കാരൊന്നുണ്ടായിരുന്നു. അതുപോലെ ഉള്ള ഒരു നാടോടി സംഘമായിരുന്നു, ഒരു അറബി നാടോടി സംഘമായിരുന്നു ആര്? കേദാർ എന്ന് പറയുന്ന വിഭാഗം. ഇവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇവർക്ക് ഒരു പ്രത്യേക സംസ്കാരമില്ലായിരുന്നു. എന്താ ഒരു പ്രത്യേക സംസ്കാരം ഇല്ലാതിരുന്നത് എന്ന് ചോദിച്ചാൽ,
ആമേൻ, അതിന് കാരണമുണ്ട്. നമുക്കറിയാം, ഇന്ന് നാടോടി സംഘം ആമേൻ ഈ പറയുന്ന എള്ളുവിളയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് ഈ നാടോടി സംഘത്തെ എവിടെ കാണാൻ പറ്റുമെന്നറിയാമോ? കാരക്കോണത്ത് കാണാം. ആമേൻ, അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ഈ നാടോടി സംഘം കളിയിക്കാവളയിൽ നിൽക്കുന്നത് കാണാം. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ നാടോടി സംഘം എവിടെ നിൽക്കുന്നത് കാണാം? പാറശാലയിൽ നിൽക്കുന്നത് കാണാം. അങ്ങനെ മാറി മാറി ദേശങ്ങൾ മാറി മാറി കൂടാരമടിച്ച് ജീവിക്കുന്ന ഈ നാടോടി സംഘത്തിന് എടുത്തു പറയത്തക്ക അവരുടേതായ ഒരു സംസ്കാരമില്ലായിരുന്നു. എടുത്തു പറയത്തക്ക അവർക്ക് സ്വന്തമെന്ന് പറയാനുള്ള ഒരു സംസ്കാരമില്ലായിരുന്നു. അവരെല്ലാം ഇപ്പൊ ഈ പറയുന്ന കളിയിക്കാവളയിലും പാറശാലയിലും എള്ളുവിളയിലും ആമൻ കാരക്കോണവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു അവിയൽ പരുവത്തിലുള്ള സംസ്കാരമാണ് ആർക്കുള്ളത്? കേദാറിനുള്ളത്. ആമൻ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലെ സംസ്കാരമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഒരു അവിയൽ പരുവത്തിലുള്ള സംസ്കാരമാണ് ആർക്കുള്ളത്? കേദാറിനുള്ളത്. ഈ കേദാറിന് അങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള തലമില്ല. ഈ കേദാർ എന്ന് പറയുന്ന ആമേൻ സ്തോത്രം, ഈ കേദാറിനകത്തും ഈ കേദാർ കൂടാരത്തിനകത്തും ഈ വ്യക്തികൾ കൂടി വന്നിരുന്ന, ഒരുമിച്ച് പാർത്തിരുന്ന, അവർ തമ്പടിച്ച് പാർത്തിരുന്ന ഈ കൂടാരത്തിനകത്തും ആമേൻ മേശക്കിലുള്ളതുപോലെ തന്നെ മ്ലേച്ഛതകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? മേശക്കിലുള്ളതുപോലെ തന്നെ മ്ലേച്ഛതകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം ദൈവമക്കളെ. ആമേൻ. മേശക്കിലുള്ളതുപോലെ തന്നെ മ്ലേച്ഛതകൾ അവിടെ ഉണ്ടായിരുന്നു. കേദാർ കൂടാരത്തിനകത്തും ഉണ്ടായിരുന്നു. അവിടെ പിടിച്ചുപറി ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. കൊള്ളസംഘങ്ങൾ ഉണ്ടായിരുന്നു. പൊൻവാണിഭവും പെൺവാണിഭവും ഉണ്ടായിരുന്നു. ആമേൻ വീഞ്ഞു കുടിച്ച് മത്തരായി നടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പരസംഗം ചെയ്യുന്നവരുണ്ടായിരുന്നു. വ്യഭിചാരം ചെയ്യുന്നവരുണ്ടായിരുന്നു. വേശ്യാവൃത്തി ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെ സർവ്വ മ്ലേച്ഛതകളും എവിടെയുമുണ്ട്? കേദാർ കൂടാരത്തിനകത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ആമേൻ സ്തോത്രം, ഇതാ ദാവീദ് പറയുക, എനിക്കും സാഹചര്യവശാൽ ഈ കേദാർ കൂടാരത്തിനകത്തും പാർക്കേണ്ടി വന്നു, അതെനിക്ക് കഷ്ടമായി ഭവിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദാവീദ് കേദാറിനെയും മേശക്കിനെയും വിരൽ ചൂണ്ടി പറഞ്ഞു, ഹോ, ഇതെന്തൊരു ദേശം! ഇതുപോലൊരു നശിച്ച ദേശം വേറെ ഇല്ല. ആമൻ, ഞാൻ മേശക്കിൽ ചെന്ന് പാർക്കേണ്ടി വന്നത്, ഞാൻ കേദാർ കൂടാരത്തിനകത്ത് പാർക്കേണ്ടി വന്നത് എനിക്ക് കഷ്ടത്തിനിടയായി തീർന്നു. അയ്യോ കഷ്ടം എന്ന് ആമേൻ ദാവീദ് പറഞ്ഞു. ശ്രദ്ധിക്കണം ദൈവമക്കളെ. ആമേൻ. ദാവീദ് പറഞ്ഞു, എനിക്ക് ഇതിൽ വന്ന് താമസിക്കേണ്ടി വന്നത് എൻ്റെ ജീവിതം പോയി പോകുന്ന അവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കും ഈ ദേശത്തെക്കുറിച്ച് കേട്ടപ്പോൾ അറപ്പ് തോന്നിയില്ലേ? തോന്നിയോ? ഈ ദേശത്ത് ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നപ്പോൾ അറപ്പ് തോന്നിയോ ദൈവമക്കളെ? ക്യാപ്റ്റൻ സാജൻ ജോണിന് അറപ്പ് തോന്നി. ഇനി പറ, നിങ്ങൾക്ക് തോന്നിയോ? ഉറക്കെ പറ, ഉറക്കെ ഒന്ന് പറഞ്ഞ ദൈവമക്കളെ. തോന്നി. ഇതൊന്തൊരു ദേശം! ഇതുപോലൊരു നശിച്ച ദേശമുണ്ടോ? സർവ കൊള്ളരുതായ്മകളും നടക്കുന്ന ദേശം, സർവ മ്ലേച്ഛതകളും നടക്കുന്ന ദേശം. ഹോ, അതിനകത്തേക്ക് ചെന്ന് പാർത്ത ദാവീദിനെ സമ്മതിക്കണമെന്ന് നമുക്കും തോന്നി. തോന്നിയില്ലേ? തോന്നി. എനിക്ക് തോന്നി. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഈ മേശക്കിനെയും കേദാറിനെയും, ശ്രദ്ധിക്കണ ദൈവമക്കളെ, ഈ മേശക്കിനെയും കേദാറിനെയും ന്യായവിധിക്ക് വേണ്ടി മാറ്റി നിർത്തി. ഹല്ലേലൂയ. ന്യായവിധിക്ക് വേണ്ടി മാറ്റി നിർത്തി. ദൈവം മനസ്സിൽ കുറിച്ചിട്ടു, ഈ മേശക്കിനെയും കേദാർ കൂടാരത്തിനെയും നശിപ്പിച്ചു കളയണം, എൻ്റെ കോപത്തിക്കിരയാക്കി കളയണം. ഹല്ലേലൂയ. കർത്താവ് തമ്പുരാൻ മേശക്കിനെയും കേദാറിനെ എന്ത് ചെയ്തു? അങ്ങോട്ട് മാറ്റി നിർത്തി. എന്തിനു വേണ്ടിയാ? നശിപ്പിച്ചു കളയാൻ, നാമാവശേഷമാക്കി കളയാൻ. അങ്ങനെ നാമാവശേഷമാക്കി കളഞ്ഞ ഇത്രയും മ്ലേച്ഛതയുണ്ടായിരുന്ന മറ്റേതെങ്കിലും 2 നഗരത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞേ, സോദോമിനെയും ഗൊമോറയും പറ്റി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തമ്പുരാൻ നശിപ്പിക്കാൻ വേണ്ടി ആരെയും മാറ്റി നിർത്തി? മേശക്കിനെയും കേദാർ കൂടാരത്തിനെയും മാറ്റി നിർത്തി. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മറ്റൊരു സത്യം. ഹല്ലേലൂയ.
ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം, ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്കങ്ങ് കേദാറിനെ കുറിച്ച് സ്തോത്രം അല്ല എനിക്ക് ചിന്ത വന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 2:13 വായിച്ചപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ഒന്ന് വായിച്ചേ. അയ്യോ, മൈക്കുണ്ടോ അവിടെ? എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോയിരിക്കുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ അങ്ങ് ബേക്കിലിരിക്കുന്ന അമ്മച്ചിമാരൊക്കെ ആരും ഉറങ്ങിപ്പോകരുത്. ഇത് ചരിത്രം പറയുമ്പോൾ ആരും കേട്ട് ഉറങ്ങിപ്പോകരുത്. അങ്ങനെയാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ എനിക്കും പാടേണ്ടി വരും. പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഓട്ടം തുള്ളൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കുറേ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനെ പാടി, മരിക്കാതിരിക്കാൻ മരുന്നുണ്ടല്ലോ. അപ്പം ഈ ഉറങ്ങിയിരുന്ന അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിക്കാതിരിക്കാൻ മരുന്നുണ്ടെങ്കിൽ എനിക്കറിയണമല്ലോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു. അപ്പം കുഞ്ചൻ നമ്പ്യാർ പാടി നിർത്തി, ജനിക്കാതിരുന്നാൽ മരിക്കുകയും വേണ്ട. അല്ലേ? ഇതുപോലെ എനിക്കും എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ സ്തോത്രം എനിക്ക് മെനയേണ്ടി വരും. അതുകൊണ്ട് വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം പറയുക, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, അവർ എന്നെ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. 2, അവർ വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോയി. ഒന്നെന്താണ്? ജീവജലത്തിൻ്റെ ഉറവയായ, ഒന്ന് പറഞ്ഞേ, ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോയി. അപ്പോൾ മനസ്സിലാക്കിക്കോണേ, ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രശ്നം, ദൈവത്തിൻ്റെ മുമ്പിലെ പ്രശ്നം കേദാറും മേശക്കും ഒന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ദൈവത്തിൻ്റെ വിഷയം കേദാറും മേശക്കും അല്ല. ദൈവം കേദാറിനെയും മേശക്കിനെയും എന്ത് ചെയ്തു? അങ്ങോട്ട് മാറ്റി നിർത്തി. എന്തിനു വേണ്ടിയാ? നശിപ്പിച്ചു കളയാൻ, നാമാവശേഷമാക്കി കളയാൻ മാറ്റി നിർത്തി. പക്ഷെ ദൈവം പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി, കേദാറും മേശക്കും ഒന്നും വലിയ പ്രശ്നക്കാരല്ല, എൻ്റെ ജനമാണ് പ്രശ്നക്കാർ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ജനമാ പ്രശ്നക്കാര്. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോയി. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എത്ര കുടുംബമുണ്ട്? നിലവിൽ ഒരു 240 കുടുംബമുണ്ട്. എനിക്ക് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ അറിയാം, ഞാനിനി കൂട്ടിയും കുടിച്ചും ഒന്നും നോക്കാതെ തന്നെ എനിക്കറിയാം 240 കുടുംബത്തിലെ അംഗങ്ങൾ ഇതിനകത്തില്ല. ഹല്ലേലൂയ. അത് വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ബെഞ്ച് നിറഞ്ഞിരിക്കും. മാത്രവുമല്ല, ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളും പരിവാരങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നേനെ എന്നെനിക്കും അറിയാം. പക്ഷേ ആളുകൾക്ക് ഇപ്പോൾ സുവിശേഷത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. കൺവെൻഷൻ നടക്കുന്നുണ്ട്, വലിയ താല്പര്യമില്ല. ക്യാപ്റ്റൻ സാജൻ ജോൺ സ്തോത്രം എള്ളുവിളയിൽ ഈ പറയുന്ന ഹോളി ക്രോസ് ചർച്ചിലല്ല ആദ്യമായിട്ട് CSIയിൽ പ്രസംഗിക്കാൻ വരുന്നത്. ഒത്തിരി CSI സഭയിൽ പോകുന്നതാ. പലയിടങ്ങളിലും കൺവെൻഷൻ നടക്കുമ്പോൾ പല ബെഞ്ചുകളും ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. പല ആളുകളും ഇന്ന് സുവിശേഷത്തിന് വലിയ താല്പര്യം കാണിക്കാതെ പല വഴിക്കും തിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ഇന്ന് രാത്രി എവിടെയൊക്കെയോ പൊട്ടക്കിണർ കുഴിക്കാൻ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ, ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോയിരിക്കുന്ന അവസ്ഥ, ഇതെത്ര ലജ്ജാകരം. ദൈവം പറയുന്നു, എനിക്കിപ്പോ മേശക്കും കേദാറും ഒന്നും അല്ല വിഷയം. മേശക്കും കേദാറും അവിടെ കിടക്കട്ടെ, അതല്ല എൻ്റെ വിഷയം. എനിക്കിപ്പോ സ്തോത്രം ഈ പറയുന്ന നിലമാമൂട് ഹോളി ക്രോസ് ചർച്ചിൽ എൻ്റെ അകത്തിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ വിഷയമാ എൻ്റെ വിഷയം. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചാണ് ദൈവം ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ 400 സംവത്സരം ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ കിടന്ന എൻ്റെ ജനത്തെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു.
അവൻ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ മോശ മുഖാന്തരം അവരെ കൊണ്ടുവന്നു. ഈ ചെങ്കടൽ എന്ന് പറയുന്ന അവൻ സാഗരം കടത്തി. ഞാൻ അവരെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഈ മരുഭൂമിയിൽ ഞാൻ അവരെ നടത്തി. അവർക്ക് മുമ്പിൽ മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും കൂടെ ഇരുന്നു. മാത്രവുമല്ല, അവർക്ക് ആഹാരമില്ലാതെ വന്നപ്പോൾ ഞാൻ ഉയരങ്ങളിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്ത് അവരെ നിലനിർത്തി. മാത്രവുമല്ല, എലീമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം 3 ദിവസം അവർ പട്ടിണി കിടന്ന് യാത്ര ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് ഈന്തപ്പനകൾ ഒരുക്കി കൊടുത്തു. അവർക്ക് കുടിപ്പാൻ നീരുറവകളെ ഒരുക്കി കൊടുത്തു. മാത്രവുമല്ല, മാറായ എന്ന് പറയുന്ന കൈപ്പേറിയ വെള്ളത്തെ ഞാൻ മധുരമാക്കി അവർക്ക് കുടിപ്പാൻ കൊടുത്തവനാ. നാളിതുവരെ അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ, അവരിട്ട ചെരുപ്പ് തേഞ്ഞു പോകാതെ 40 സംവത്സരം ഞാൻ അവരെ നടത്തിക്കൊണ്ടുവന്നു. പക്ഷേ എൻ്റെ ജനം, ഇത്രയും ഞാൻ സ്നേഹിച്ച് നടത്തിക്കൊണ്ടുവന്ന എൻ്റെ ജനം എന്നെ വിട്ടിട്ട്, ജീവജലത്തിന്റെ ഉറവയായി എന്നെ വിട്ടിട്ട് പൊട്ട കിണർ വെട്ടാൻ പോയതാണ്. എനിക്ക് സഹിക്കാൻ വയ്യാത്ത സങ്കടം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ടോ ദൈവമക്കളെ? ദൈവം കേദാറിനെയും മേശക്കിനെയും അങ്ങ് വിട്ടു. ഇപ്പം മേശക്കിന്റെ വിഷയമല്ല ദൈവത്തിന്റെ വിഷയം, കേദാറിന്റെ വിഷയമല്ല ദൈവത്തിന്റെ വിഷയം. ദൈവം പറയുന്നു, എനിക്ക് എൻ്റെ ജനത്തിന്റെ വിഷയം. ഇന്ന് ഈ ഹോളി ക്രോസ് ചർച്ചിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയാം? നമ്മൾ ദാവീദ് മേശക്കിനെയും കേദാറിനെയും വിരൽ ചൂണ്ടിയതുപോലെ നമ്മൾ ഇപ്പം പലരെയും വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുക. അല്ലെ, കണ്ടില്ല അല്ലേ? എങ്ങനെ ഗതി പിടിക്കുന്നു നോക്ക്. അവന് ദൈവവും ഇല്ല, ദേവനും ഇല്ല. ഇപ്പുറത്തും ചൂണ്ടും. അവനും ദൈവവും ദേവനും ഇല്ല. ഞാൻ പക്ക ക്രിസ്ത്യാനിയാ അല്ലേ? ഞാൻ എല്ലാ ഞായറാഴ്ചയും ദൈവാലയത്തിൽ പോകുന്നവനാ. ഞാൻ എന്നും ദൈവത്തെ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും മുടക്കാത്തയാളാ അല്ലേ? നമ്മൾ പറയുക, അപ്പുറത്തെ വീട്ടിലെ രാഘവൻ്റെ വീട്ടിൽ ന്യായവിധി വരും, ഇപ്പുറത്തെ വീട്ടിലെ നൗഷാദിൻ്റെ വീട്ടിലും ന്യായവിധി വരും. കാരണം അവൻ മുസൽമാനും ഹിന്ദു അല്ലേ, ഞാൻ ക്രിസ്ത്യാനിയാണ്. എനിക്ക് ന്യായവിധിയില്ല. എൻ്റെ വീട്ടിനകത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ കോപമൊന്നും ഇറങ്ങി വരില്ല. കാരണം ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന. ആമേൻ. അപ്പുറത്തെ വീട്ടിലെ നൗഷാദും ഇപ്പുറത്തെ വീട്ടിലെ രാഘവനും അല്ല ആരുടെ വിഷയം. ഹല്ലേലൂയ. ദൈവത്തിന് വിഷയം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ നേരെ ആരാധിക്കുന്നുണ്ടെന്നുള്ള. ഹല്ലേലൂയ. നീ നല്ല രീതിയിലാണോ പള്ളി വരുന്നത്? നീ ഈ പറയുന്ന പള്ളിയിൽ ആരാധിക്കാൻ വരുമ്പോഴും, ക്രിസ്ത്യാനി എന്ന നാമധേയത്തോടു കൂടി വരുമ്പോഴും ദൈവം നിന്നോട് ചോദിക്കുക, കുഞ്ഞെ, നീ നാമധേയ ക്രിസ്ത്യാനിയാണോ അതോ നല്ല ക്രിസ്ത്യാനിയാണോ? പലരും പള്ളിയിൽ പോകുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ റിയൽ ആയിട്ടുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ഇന്ന് രാത്രിയിൽ ആ വിശ്വാസത്തെ പരിശോധിച്ചാൽ, സ്തോത്രം, കർത്താവ് വന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് കള്ള ക്രിസ്ത്യാനികളാണെന്ന്. പലരെയും മുഖത്ത് നോക്കി മനസ്സിലാക്കും. ആ പാപികളിൽ ചിലപ്പോൾ ഒന്നാമൻ ഞാനായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? ദൈവത്തിന് വിഷയം കേദാറല്ല, ദൈവത്തിന് വിഷയം മേശക്കല്ല. സ്തോത്രം. ദാവീദ് ചൂണ്ടിപ്പറയുക, അയ്യോ, ഞാൻ ഈ കേദാറിനകത്ത് വന്ന് താമസിക്കേണ്ടി വന്നത്, ഞാൻ ഈ മേശക്കിനകത്ത് വന്ന് താമസിക്കേണ്ടി വന്നത് എനിക്ക് കഷ്ടത്തിനിടയായി തീർന്നു എന്ന് ദാവീദ് കേദാറിനെയും മേശക്കിനെയും വിരൽ ചൂണ്ടി പറയുക. നമ്മളും ഇന്ന് പലരെയും വിരൽ ചൂണ്ടി പറയുക, അവൻ നശിച്ചു പോകും, അവൻ ഗുണം പിടിക്കത്തില്ല, അവൻ ഇങ്ങനെയാണോ നടക്കുന്നത്, ഞങ്ങൾ ആരാധിക്കുന്ന പോലെ വന്നാൽ പോരെ, അവൻ സ്തോത്രം ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പറയാനൊത്തിരി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, നിന്നെക്കുറിച്ചാണ് ദൈവം ദുഃഖിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചാ ദൈവം ദുഃഖിക്കുന്നത്, സ്വന്തം ജനത്തെക്കുറിച്ചാ ദൈവം ദുഃഖിക്കുന്നത്. ദൈവം പറയുക, അവർ എന്നെ വിട്ടിട്ട് എവിടെ പോയി? വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോയി. അതാണ് കർത്താവിന് സഹിക്കാത്തത്. ഈ പലരുടെയും, ഞാൻ ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, എൻ്റെ നാട്ടിലെ കാര്യമല്ല, ഇതൊക്കെ എൻ്റെ നാടാണ്. ഞാൻ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാൻ ഈ പ്രസംഗിക്കാനൊക്കെ അങ്ങ് ദൂരെ നിന്ന് വന്നെന്നൊക്കെ പറയുന്നെങ്കിൽ എൻ്റെ നാടിതാണ്. ഞാൻ ഈ ചാമവിളയ്ക്ക് അടുത്ത് ഈ മുണ്ടനാട് വാർഡിലാണ് എൻ്റെ സ്വന്തം സ്ഥലം, എൻ്റെ ജന്മസ്ഥലം, എൻ്റെ ദേശം. എനിക്ക് അതിനകത്തൊരു വീടുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ ഈ ഡാലുമുഖം സ്കൂളിലാണ് പഠിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടുകാരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട്.
അവിടുത്തെ സ്തോത്രം ക്രിസ്ത്യാനികളൊക്കെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനെന്ന അവസ്ഥയിൽ നിൽക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ ഇവർ പള്ളിയിൽ വെച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടാവും, ഇവർ വഴിയിൽ വെച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടാവും. ഞാനിരുന്ന പള്ളികളിലെ കാര്യം കേട്ടോ, ഇവിടെയൊന്നും അങ്ങനെയുള്ളവരില്ല എന്നെനിക്കറിയാം. എനിക്കിന്ന് തിരിച്ചു പോകണമല്ലോ. ആമേൻ, സ്തോത്രം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണേ, അവർ വഴിയിൽ വെച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ, അവിടെ വെച്ച് രണ്ട് സ്ത്രീകൾ തമ്മിൽ വിഷയം ഉണ്ടായാൽ, രണ്ട് പുരുഷന്മാർ തമ്മിൽ വിഷയം ഉണ്ടായാൽ, അവരവിടെ വെച്ച് ഞായറാഴ്ച പള്ളി വരുമല്ലോ, അപ്പം കാണാം എന്ന് പറഞ്ഞിട്ടാണ് പോരുന്നത്. എന്നിട്ട് ഇതിനെയും കൊണ്ട് പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ വലിയ വിഷയം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? അവരെയാണ് ദൈവം പറയുന്നത്, നിന്നെക്കുറിച്ചാണ് എനിക്ക് ദുഃഖം, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് എനിക്ക് ദുഃഖം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? പള്ളിക്കകത്ത് ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരെയാ, അവരെക്കുറിച്ചാണ് ദൈവത്തിന് വിഷയം. ദൈവത്തിന് ഹിതകരമല്ലാത്ത രീതിയിൽ സഞ്ചരിക്കുന്നവരെ ആണ് വിഷയം. ക്രിസ്ത്യാനി ആയിരുന്നിട്ടും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ചിലർ പറയും, എൻ്റെ വല്യപ്പച്ചനാണ് ഈ പള്ളിയിലെ തൂണെടുത്ത് ആദ്യം നിർത്തിയത്, അതുകൊണ്ടാണ് അല്ലേ, അപ്പം ഞങ്ങളാണ് പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. ഹല്ലേലൂയ. ചിലർ പറയും, എൻ്റെ ഈ പള്ളി പണിയുന്ന അന്ന് ആദ്യത്തെ പള്ളി പണിയുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ കുടുക്ക പൊട്ടിച്ചിട്ട് അതിൽ നിന്നാണ് പൈസ കൊടുത്തത്, അല്ലേ. ആമേൻ. ഇതൊന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. നീ ക്രിസ്ത്യാനിയാണോ, അവൻ കർത്താവിനെ നന്നായിട്ടൊന്ന് ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനെ സ്തോത്രം ആ ലെവലിൽ നിന്നുകൊണ്ട് ആരാധിക്കണം. ക്രൈസ്തവ രീതിക്കനുസരിച്ച് ആരാധിക്കണം. ദൈവത്തിൻ്റെ നിയമത്തിനനുസരിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുക, എനിക്കിപ്പം മേശക്കല്ല വിഷയം, എനിക്കിപ്പോൾ കേദാറല്ല വിഷയം, എനിക്കിപ്പോൾ വിഷയം ആരാ? എൻ്റെ സ്വന്തം ജനമാണ്. ഞാൻ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന എൻ്റെ ജനമാണ് എനിക്ക് വിഷയം. അവരെന്നെ വിട്ടിട്ട്, ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ വിട്ടിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തേടിപ്പോയിരിക്കുന്നു. ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ട് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു വാക്യം കൂടി വായിക്കണം. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2:10 കൂടെ ഒന്ന് വായിച്ചേ. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2:10. നിങ്ങൾ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കുവിൻ. അയ്യോ, നിങ്ങൾ ദ്വീപുകളിലേക്ക് കടന്നു ശ്രദ്ധിച്ചോണ ദൈവമക്കളെ, നിങ്ങൾ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് ചെന്ന് നോക്കണം. എന്താ പറയുന്നത്? ഒന്ന് പറഞ്ഞ്. നിങ്ങൾ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കുവിൻ. മതി സിസ്റ്റർ, നിങ്ങൾ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം. ഒന്ന് പറഞ്ഞേ. ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കുവിൻ. അടുത്ത വായിച്ചേ. കേദാറിലേക്ക് ആളയച്ച് നല്ലവണ്ണം ഒന്ന് അന്വേഷിച്ചു നോക്കണം. അങ്ങനെയാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. കേദാറിലേക്ക് ആളയച്ച് നല്ലവണ്ണം ഒന്ന് അന്വേഷിച്ചു നോക്കുവിൻ. ഇതുപോലെ കേദാറിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നല്ലവണ്ണം ഒന്ന് അന്വേഷിച്ചു നോക്കണം. ഒരു ജാതി തന്റെ ദൈവത്തെ മാറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കണം. ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. ദൈവം ഇസ്രായേൽ മക്കളോട് ചോദിക്കുക, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ കിത്തിയരിലേക്ക് ആളയച്ചു നോക്കണം, കേദാറിലേക്കൊന്ന് ആളയച്ചിട്ട് അവിടെ അന്വേഷിച്ച് നോക്കണം. എനിക്കിപ്പോൾ ഇവിടെ വരണമെങ്കിൽ ഞാൻ ആരെങ്കിലും വിട്ട് അന്വേഷിച്ചാലല്ലേ. ഇപ്പോൾ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു അച്ഛൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ശുശ്രൂഷയ്ക്ക് ഡേറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ ഹോളി ക്രോസ് ചർച്ചിനെ കുറിച്ചൊന്ന് അറിയണം. ഞാൻ അവിടെ നിന്ന് ഒരാളെ അയച്ച് അന്വേഷിപ്പിച്ചാൽ എനിക്കിവിടുത്തെ കാര്യം മനസ്സിലാകും. എങ്ങനെയുള്ളവരാണ് ഇന്നത്തെ ദൈവദാസന്മാരൊക്കെ? അങ്ങനെയാണ്. മുമ്പേ വന്ന് ആളുകളെയൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകാൻ കുറേ ആളുകളുണ്ട്. അവർ വന്ന് നോക്കും, സുഖമില്ലാത്ത എത്ര പേരുണ്ട്, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള എത്ര പേരുണ്ട്, പിന്നെ ഇച്ചിരി കടഭാരത്തിലൊക്കെ നിൽക്കുന്ന എത്ര പേരുണ്ടെന്നൊക്കെ അന്വേഷിച്ചിട്ട് ആദ്യം വന്ന് ഒരു അന്വേഷണമൊക്കെ നടത്തി അങ്ങ് പോകും. എന്നിട്ട് അവിടെ ചെന്ന് പ്രാസംഗികൻ അറിവ് കൊടുക്കും. അദ്ദേഹം ഇവിടെ വന്നിട്ട് പറയും, ഇങ്ങനെ ഇന്ന വീട്ടിലൊരാളുണ്ടല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിർത്തും. പിന്നെ അങ്ങോട്ട് ഇവിടെ വരെ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കും. അതിനല്ല ഞാൻ വന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
അതിനല്ല ഞാൻ പറയട്ടെ, ഞാൻ എന്തിനാണ് പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ആമേൻ, ഇവിടെ പറയുക, നിങ്ങൾ കേദാറിലേക്ക് ആളയച്ച് ഒന്ന് നല്ലവണ്ണം അന്വേഷിച്ച് നോക്കണം. എവിടേക്ക് ആളയക്കേണ്ടത്? കേദാറിലേക്ക്. നമ്മൾ ഈ പറഞ്ഞ കേദാറിലേക്ക് ആളയച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അന്വേഷിച്ച് നോക്കണം. അന്വേഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുപോലെ കേദാറിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്വന്തം ജനത്തിൻ്റെ നടുവിൽ നടക്കുന്ന എന്തെങ്കിലും ആമേൻ കുറ്റം കേദാറിൽ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഒരു ജാതി തൻ്റെ ദൈവത്തെ മാറ്റിയ ചരിത്രമുണ്ടോ എന്ന് നിങ്ങൾ കേദാറിൽ അന്വേഷിച്ച് നോക്കണം. എന്തോ പറഞ്ഞ? ഒരു ജാതി തൻ്റെ ദൈവത്തെ മാറ്റിയ ചരിത്രമുണ്ടോ എന്ന് നിങ്ങൾ കേദാറിൽ അന്വേഷിച്ച് നോക്കണം. പറയാൻ കാരണം എന്തെന്നറിയാമോ? ഈ കേദാർ കൂടാരത്തിലാണ്, ഈ കേദാറിലാണ് ആമേൻ ഈ പിശാചിൻ്റെ ഉഗ്രമൂർത്തികളായ, വെളിപ്പാട് പുസ്തകത്തിൽ പിശാചിൻ്റെ 2 ഉഗ്രമൂർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഗോഗ് എന്ന് പറഞ്ഞേ, ഒന്ന് എന്താ? പിശാചിൻ്റെ ഉഗ്രമൂർത്തികളുടെ പേരെന്താ? ഒന്ന് ഗോഗ്, 2 മാഗോഗ്. എന്താണ്? ഒന്ന് ഗോഗ്, 2 മാഗോഗ്. അപ്പൊ ഗോഗിനെയും മാഗോഗിനെയും പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാണ്? കേദാർ കൂടാരത്തിനകത്ത. ഹല്ലേലൂയ. പിശാചിന്റെ ഉഗ്രമൂർത്തികളായ ഗോഗിനെയും മാഗോഗിനെയും എവിടെയാണ് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്? കേദാർ കൂടാരത്തിനകത്ത. അപ്പൊ എന്നവർ ഇത് പ്രതിഷ്ഠിച്ചു വെച്ചോ, എന്നവർ ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയോ, ഈ പിശാചിന്റെ ഉഗ്രമൂർത്തികളായ ഗോഗിനെയും മാഗോഗിനെയും എന്ന് കേദാർ കൂടാരക്കാരെ ആരാധിക്കാൻ തുടങ്ങിയോ, അന്ന് മുതൽ നാളിതുവരെ കേദാറുകാർ ആരാധിക്കുന്നത് ആരെയാ? ഗോഗിനെയും മാഗോഗിനെയാണ്. അവർ തങ്ങളുടെ ദൈവത്തെ മാറ്റിയിട്ടില്ല. പക്ഷെ ഇസ്രായേൽ മക്കളോ എത്ര പ്രാവശ്യം ദൈവത്തെ മാറ്റിയെന്നറിയാമോ? ഹല്ലേലൂയ. എത്ര പ്രാവശ്യം ഈ ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയെന്നറിയാമോ? ചിന്തിച്ചു നോക്കണേ. ആമൻ സീനായ് മലമുകളിൽ ആമൻ ഈ പറയുന്ന ജനത്തിനു വേണ്ടി കൽപ്പലകകളിൽ പുതിയ വചനങ്ങളെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ കൈപ്പടയാൽ എഴുതി കൊടുത്തു. മോശയുടെ കയ്യിലിരിക്കുന്ന കൽപ്പലകകളിൽ ആമൻ ഈ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹീത വചനങ്ങളെ എഴുതി കൊടുത്ത മോശ ഇതും കൊണ്ട് ഇറങ്ങി വരാൻ അല്പം താമസിച്ചു. ഹല്ലേലൂയ. മോശ ഇറങ്ങി വരാൻ താമസിച്ചതെന്നറിയാമോ? അവൻ ദൈവത്തിൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ മോശയുടെ ദേഹത്ത് തട്ടിയാൽ മോശ ഇല്ലാതായി പോകും. അതുകൊണ്ട് മോശയെ ഒരു പാറയുടെ പിളർപ്പിനകത്താക്കിയിട്ട് സ്തോത്രം, പിളർപ്പിനകത്താക്കിയിട്ടാണ് അവൻ ദൈവത്തിൻ്റെ തേജസ് മറികടന്നു പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ കഴിഞ്ഞ് മോശ ഇതും കൊണ്ട് ഇറങ്ങി വരുമ്പോൾ അവൻ അല്പം സമയം വൈകിപ്പോയി. ഇസ്രായേൽ ജനം അഹരോനോട് പറഞ്ഞു, അഹരോനെ, ഇനി മോശയെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ആരാധിപ്പാൻ നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അഹരോൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാതിലെയും കഴുത്തിലെയും പൊന്നെടുത്ത് സ്വർണ്ണമെടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ പൊന്നും പണ്ടവുമെല്ലാം എടുത്ത് ഈ പറയുന്ന ഇസ്രായേൽ മക്കൾ അഹരോന്റെ കയ്യിലേക്ക് കൊടുത്തു. അഹരോൻ ആ പൊന്നുകൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് മോശ ഇതാ കൽപ്പലകളിൽ എഴുതിയ പുതിയ വചനങ്ങളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച മോശയെ അമ്പരപ്പിച്ചതോ. സ്തോത്രം. മോശ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാ ഇസ്രായേൽ ജനം സ്തോത്രം അവരുടെ നടുവിൽ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി വെച്ചിട്ട് ജീവജലത്തിന്റെ ഉറവയായ കർത്താവിനെ മറന്നിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണർ പോലെയുള്ള ഒരു അനുഭവത്തിൽ സ്തോത്രം ഈ പറയുന്ന കാളക്കുട്ടിയെ സ്തോത്രം തുള്ളിച്ചു കളിക്കുന്ന ഒരവസ്ഥ, ആ കാളക്കുട്ടി ആരാധിക്കുന്ന ഒരവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, സഹിക്കുമോ? സ്വന്തം മാതാപിതാക്കൾ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ, സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് അവരെക്കാൾ ഉപരിയായി വേറെ ഏതെങ്കിലും ഒരു അപ്പനെയും അമ്മയെയും സ്തോത്രം, നോക്കിയ സ്വന്തം മാതാപിതാക്കൾക്ക് ആഹാരം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ അവരെ ഈ വീട്ടിനകത്തിട്ടിട്ട്
ആമൻ മറ്റേതെങ്കിലും അപ്പന്മാരെ അമ്മമാരെയൊക്കെ കൊണ്ട് അപ്പന് സമമാണ് അമ്മയ്ക്ക് സമമാണ് ഇവരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കണ്ടിട്ടുണ്ടോ? വീട്ടിൽ കിടക്കുന്ന അമ്മയ്ക്ക് ഇച്ചിരി വെള്ളം കൊടുക്കത്തില്ല, വീട്ടിൽ കിടക്കുന്ന അപ്പൻ ഇച്ചിരി വെള്ളം കൊടുക്കത്തില്ല. പക്ഷേ വെളിയിലിറങ്ങിയ ആ പ്രായത്തിലുള്ള ആരെങ്കിലും കാണുമ്പോൾ അയ്യോ എൻ്റെ അമ്മയ്ക്ക് സമമാ, എൻ്റെ അപ്പന് സമമാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്പനെ പോലെയാ കാണുന്നത്, എൻ്റെ അമ്മയെ പോലെയാ കാണുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പനും യഥാർത്ഥ അപ്പനും അമ്മയ്ക്കും സഹിക്കുമോ മക്കളെ? സഹിക്കുമോ? ഇതുപോലെയാണ് എൻ്റെ കർത്താവിനും. ആമേൻ, സ്തോത്രം. ഈ ലോകത്ത് ആമേൻ ജന്മം നൽകി, ഈ ലോകത്ത് ഇത്രയും കഷ്ടതകളുടെ നടുവിൽ ആമേൻ ഈ പറയുന്ന അടിമത്വത്തിൻ്റെ നടുവിൽ നിന്ന് കൊണ്ടുവന്ന് ആമേൻ ഒരു വലിയ മരുഭൂമിക്കകത്ത് വന്ന എല്ലാ ശോധനകളിലും കൂടെ ഇരുന്ന് അവരെ വഴി നടത്തിയ ദൈവത്തെ വിട്ടേച്ചു പോകുമ്പോൾ കർത്താവിന് സഹിക്കുമോ മക്കളെ? ഇല്ല, സഹിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേദാറിലേക്ക് ആളയച്ച് നോക്കണം, അവിടെ അവരുടെ ദൈവത്തെ മാറ്റിക്കളഞ്ഞ ചരിത്രമുണ്ടോ എന്ന് നോക്കണം. പക്ഷേ എൻ്റെ ജനം എന്നെ മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടക്കിണർ കുഴിക്കാൻ പോകും. അതാണ് എനിക്ക് സഹിക്കാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ക്ലോസ് ആകും. ഹല്ലേലൂയ. ഈ മെസ്സേജിൻ്റെ പൂർണ്ണതയിൽ ഒരു ദൂതിന് ആമേൻ, സ്തോത്രം, ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാൻ വഴിയൊരുക്കും. വായിക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 60:7. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കേദാരിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടും. ആമേൻ. ശ്രദ്ധിച്ചോണേ. കേദാറിലെ ആടുകളൊക്കെയും നിന്റെ മുമ്പിൽ ഒന്നിച്ചു കൂടും, ഒരുമിച്ചു കൂടും. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമുള്ള യാഗമായിട്ട് തീരും. ഹല്ലേലൂയ. മതി. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? കേദാറിലെ ആടുകളൊക്കെയും നിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടും. ആരുടെ മുമ്പിലാ? ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടും. കേദാറിലെ ആടുകളൊക്കെ എവിടെ വരും? ദൈവത്തിൻ്റെ മുമ്പിൽ വരും, ഒരുമിച്ച് കൂടും. നെബായോത്തിലെ മുട്ടാടുകൾ എന്ന് പറഞ്ഞാൽ, നെബായോത്ത് എന്ന് പറഞ്ഞാൽ കേദാറിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നെബായോത്ത്. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. ആർക്ക് ശുശ്രൂഷ ചെയ്യും? ദൈവത്തിന് ശുശ്രൂഷ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നെബായോത്തിലെ മുട്ടാടുകൾ ആർക്ക് ശുശ്രൂഷ ചെയ്യും? കേദാറിലെ ആടുകളെ ആർക്ക് ശുശ്രൂഷ ചെയ്യും? ദൈവത്തിന് ശുശ്രൂഷ ചെയ്യും. അവരുടെ യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അല്പമെങ്കിലും മനസ്സിലായോ? ദൈവം കേദാറിനെ എന്തിനാ ഉപയോഗിച്ച് മാറ്റി നിർത്തിയിരുന്നത്? ദൈവം മേശക്കിനെ എന്തിനാ മാറ്റി നിർത്തിയിരുന്നത്? ന്യായം വിധിക്കാൻ, ഇല്ലാതാക്കി കളയാൻ, നശിപ്പിച്ചു കളയാൻ, ദൈവത്തിൻ്റെ കോപത്തിൽ ഇറങ്ങി വന്ന് ഇല്ലാതാക്കി കളയാൻ നിർത്തിയിരുന്ന കേദാറിലെ ആടുകളെ ദൈവം തിരിച്ചു വിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാക്കണേ. കേദാറിലെ ആടുകളെ കർത്താവ് തിരിച്ചു വിളിച്ചിട്ട് പറയുക, അവൻ നെബായോത്തിലെ മുട്ടാടുകളും കേദാറിലെ ആടുകളും എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. അവൻ കേദാറിലെ ആടുകളും നെബായോത്തിലെ മുട്ടാടുകളും ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു. ദൈവം അവരുടെ യാഗങ്ങളിൽ പ്രസാദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ചെറിയ കാര്യമാണോ? നശിപ്പിക്കാൻ വെച്ചിരുന്ന, ഇല്ലാതാക്കി കളയാൻ നിർത്തിയിരുന്ന കേദാറിനെ ദൈവം മാനിച്ചു. പക്ഷേ ഇന്നും ഇസ്രായേലിനെ ദൈവം മാനിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. കേദാറിനെ ദൈവം മാനിച്ചു, മേശക്കിനെ ദൈവം മാനിച്ചു. അവൻ അവിടുത്തെ ആടുകളെയൊക്കെ ദൈവം വിളിച്ചു വരുത്തി, തിരികെ വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഞാൻ പ്രസാദിക്കാം. അവൻ നിങ്ങൾ എനിക്ക് വേണ്ടി യാഗം കഴിക്കുക, നിങ്ങളുടെ മുട്ടാടുകളെ കൊണ്ട് യാഗം കഴിപ്പിക്കുക. ആമേൻ, സ്തോത്രം. ആ ശുശ്രൂഷയിൽ ആമേൻ ഞാൻ പ്രസാദിക്കാം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? ആമേൻ, ദാവീദ് വിരൽ ചൂണ്ടിയതാരെയാ? കേദാറിനെയും മേശക്കിനെയും വിരൽ ചൂണ്ടി ദാവീദ് പറഞ്ഞു, ഇതാ
ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. അതിൻ്റെ നടുവിൽ, മ്ലേച്ഛതയുടെ നടുവിൽ ഞാൻ പാർത്തത് എനിക്ക് അയ്യോ കഷ്ടം. പക്ഷേ അവിടെ വിരൽ ചൂണ്ടി കേദാറിനെയും മേശക്കിനെയും കുറ്റം പറഞ്ഞ ദാവീദ്, അവിടെ വിരൽ ചൂണ്ടി കേദാറിനെയും മേശക്കിനെയും കുറ്റം പറഞ്ഞു. ദാവീദ് പറഞ്ഞ കുറ്റം എന്താ? അയ്യോ അവിടെ വ്യഭിചാരമുണ്ട്, അയ്യോ അവിടെ പരസംഗമുണ്ട്, അയ്യോ അവിടെ വേശ്യാവൃത്തിയുണ്ട്, അയ്യോ അവിടെ പിടിച്ചുപറിയുണ്ട്, അവിടെ കൊള്ളസംഘമുണ്ട്, അവിടെ വീഞ്ഞു കുടിച്ച് മത്തരായി നടക്കുന്ന ആളുകളുണ്ട്. അവിടെ ചെന്ന് എനിക്ക് പാർക്കേണ്ടി വന്നത് ഷെയിമായി പോയി, നാണക്കേടായി പോയി, കഷ്ടമായി പോയി എന്ന് ദാവീദ് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പിന്നീട് ഈ ദാവീദിന് സംഭവിച്ചത് എന്താ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ കുറ്റം പറഞ്ഞ ദാവീദ്, അവൻ മേശക്കിനെ ചൂണ്ടിക്കാണിച്ച് കേദാറിനെ ചൂണ്ടിക്കാണിച്ച് ഈ പറഞ്ഞ ദാവീദിന് എന്താടോ തനിക്ക് അവിടെ നിന്ന് മാറിപ്പോകരുതായിരുന്നു. ഇത് കുഴപ്പമുള്ള സ്ഥലമാണെന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹത്തിന് മാറിപ്പോകരുതായിരുന്നു. ഹല്ലേലൂയ. മേശക്കിനെയും കേദാറിനെയും വിരൽ ചൂണ്ടി കുറ്റം പറഞ്ഞ ദാവീദ് പിന്നീട് എന്തായി തീർന്നെന്നറിയാമോ? ഊരിയാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി തീർക്കാൻ അവൻ ഊരിയാവിനെ കൊന്നുകളഞ്ഞ് സ്തോത്രം അവന്റെ ഭാര്യയെ മോഷ്ടിച്ചെടുക്കുന്ന ഈ അനുഭവം അവന്റെ ജീവിതത്തിലുണ്ടായി. ആമേൻ. അതാണോ കുറ്റം? അതോ കേദാറിന്റെ കുറ്റമാണോ കുറ്റം? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണേ, നിന്റെ ചുറ്റിലും ഒത്തിരി ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്ത് കാണപ്പെടുന്നവരുണ്ടായിരിക്കാം. നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ധരിച്ച് നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിതം നയിക്കുമ്പോൾ, നീ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ, നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ, നീ ദൈവാലയത്തിലെ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോൾ, നീ ദൈവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് വരുമ്പോൾ, നീ ആരാധനകൾ മുടക്കാതിരിക്കുമ്പോൾ, ഒന്ന് മനസ്സിലാക്കണേ, തൊട്ടടുത്ത് ആരാധിക്കാൻ വരാതിരിക്കുന്നത് കൊണ്ട്, സ്തോത്രം, അവര് മദ്യപിക്കുന്നത് കൊണ്ട്, അവർ സ്തോത്രം ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട്, സ്തോത്രം, നീ അവരെ ചൂണ്ടി അവർ നശിച്ചു പോകും, നാമാവശേഷമായി പോകും, ഇവരിങ്ങനെ കുലം മുടിഞ്ഞു പോകുമെന്നൊന്നും ആരും പറഞ്ഞു കളയരുത്. കാരണം എന്തെന്നറിയാമോ? ദൈവം പാപിയെ രക്ഷിക്കാൻ ഉലകത്തിൽ വന്നവനാ. സ്വർഗസ്ഥല ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പാപിയെ രക്ഷിക്കാൻ വന്നവനാ. പാപത്തെ വെറുക്കുന്നുവെങ്കിലും പാപിയെ വെറുക്കുന്നില്ല. ഇന്ന് രാത്രി പാപികളെ രക്ഷിപ്പാൻ ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണ ദൈവമക്കളെ, മേശക്കിന് സമാനമായ ജീവിതം നയിക്കുന്ന ആളുകൾ ഈ ദേശത്തുണ്ടാകും. കേദാറിന് സമാനമായ ആളുകൾ ഈ ദേശത്തുണ്ടാകും. അവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, എൻ്റെ കർത്താവ് നിന്നെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനാണ്. എൻ്റെ കർത്താവ് നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിക്കണ ദൈവവൈതലേ, ചിന്തിക്കണ ദൈവവൈതലേ. കേദാറും മേശക്കും ഇവിടെ കടന്ന് നിലവിളിച്ചു. കാരണം എന്താ? കേദാറിലെ ആടുകളെ കൂട്ടിവരുത്തി നബായോത്തിലെ മുട്ടാടുകളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിച്ച ആ യാഗങ്ങളിൽ പ്രസാദിക്കാൻ, ആ ശുശ്രൂഷയിൽ പ്രസാദിക്കാൻ ദൈവം കൂട്ടാക്കിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. ചെയ്തു പോയ പാപത്തെ കുറിച്ചോർത്ത് കേദാറും മേശക്കും അവിടെ കടന്ന് കരഞ്ഞു. കേദാർ കൂടാരത്തിൽ നിലവിളിയുണ്ടായി, മേശക്കിന്റെ നടുവിൽ നിലവിളിയുണ്ടായി. അവർ ഒരുമിച്ച് നിലവിളിച്ചു, അപ്പാ, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയി, ഞങ്ങളുടെ കൂടാരത്തിനകത്ത് നിനക്ക് ഹിതകരമല്ലാത്ത പ്രവർത്തികൾ നടന്നു, അപ്പാ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം കേദാറിനെയും മേശക്കിനെയും കണ്ടു. അവരുടെ നിലവിളി കേട്ടു, അവരുടെ പാപത്തെ കുറിച്ചുള്ള പശ്ചാത്താപം കണ്ടു, കുറ്റബോധം മനസ്സിലാക്കി. എന്നിട്ട് തിരികെ വിളിച്ചു, കേദാറിലെ ആടുകളെ, നിങ്ങൾ മടങ്ങി വരിക, എൻ്റെ അടുക്കൽ വരിക, നിങ്ങളൊന്ന് ശുശ്രൂഷ ചെയ്തേ, ഞാൻ ആ ശുശ്രൂഷയിൽ പ്രസാദിക്കാം, ഞാൻ ആ യാഗങ്ങളിൽ പ്രസാദിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണേ, നമ്മളൊക്കെ എഴുതിത്തള്ളിയ പലരെയും ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്ന രാത്രിയായത്. നമ്മളൊക്കെ ക്രൈസ്തവരല്ലെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയില്ലേ? സ്തോത്രം, മുഴുക്കുടിയൻ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. കടഭാരം വന്നവനെ, ഈ ദേശത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ, നമ്മളൊരു ക്രൈസ്തവനായിരിക്കെ നമ്മൾ എഴുതിത്തള്ളിയില്ലേ? ചില ജീവിതങ്ങളില്ലേ? നമ്മുടെ അയൽവാസികളായിട്ടില്ലേ? അവരെയൊക്കെ സ്വർഗത്തിലെ ദൈവം തിരികെ വിളിച്ച് അവരുടെ യാഗങ്ങളിൽ പ്രസാദിക്കാൻ തമ്പുരാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിക്കോ, അവരെ അറിയാത്തത് നമ്മളാ, അവനെ നന്നായി മനസ്സിലാക്കാത്തത് നമ്മളാ, അവനെ നന്നായിട്ട് ആരാധിക്കാത്തത് നമ്മളാ. ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ക്രൈസ്തവ ജനതയോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നീ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുറവിനെ നമ്മൾ മനസ്സിലാക്കണം. കേദാറിലേക്ക് ചൂണ്ടിയ വിരല് ഇന്ന് രാത്രി തിരിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയ.
നിന്റെ അയൽവാസിയെ ചൂണ്ടിയ വിരലുണ്ടല്ലോ, അതിന്ന് രാത്രി തിരിയണം. അത് തിരിഞ്ഞ് നമ്മളിലേക്ക് വരണം. ഹല്ലേലൂയ. നിന്റെ സഹോദരനെ ചൂണ്ടിയ വിരലുണ്ടല്ലോ, അതിന്ന് രാത്രി തിരിഞ്ഞു വരണം. ആമേൻ, സ്തോത്രം. നിന്റെ കൂടപ്പിറപ്പുകളെ ചൂണ്ടിയ വിരലുണ്ടല്ലോ, അതിന്ന് രാത്രി തിരിഞ്ഞു വരട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി തമ്പുരാൻ നിന്നോട് സംസാരിക്കുക. തമ്പുരാൻ നമ്മളോട് സംസാരിക്കുക. കുഞ്ഞെ, നീ എന്നെ നന്നായിട്ട് ആരാധിച്ച ദൈവ പൈതലാണോ? നീ മേശക്കിൻ്റെ കുറ്റം പറയാനല്ലേ ഇന്ന് വരെ ജീവിച്ചത്? നീ കേദാറിൻ്റെ കുറ്റം പറയാനല്ലേ ഇന്ന് വരെ ജീവിച്ചത്? ഹല്ലേലൂയ. നീ നിന്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ കുറ്റം പറയാനല്ലേ ഇന്ന് വരെ നീ ജീവിച്ചത്? ഹല്ലേലൂയ. നീ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിന്റെ കൂടപ്പിറപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്തേലും ഒരു നല്ല വാക്ക്, ആമേൻ, സ്തോത്രം, നിന്റെ അയൽവാസിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്തേലും ഒരു നല്ല വാക്ക്, ചുമലിൽ തട്ടി ഒരു ആശ്വാസവാക്ക് പോട്ട സഹോദരാന്ന്, ആമേൻ, സ്തോത്രം, നിന്റെ അയൽവാസിയോട് പറഞ്ഞിട്ടുണ്ടോ? ആമേൻ. പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നിന്റെ അടുത്ത് താമസിക്കുന്നവന് മദ്യപാനം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ നീ അവനെ മദ്യപാനി എന്ന് എഴുതിത്തള്ളി വിട്ടതുകൊണ്ട്, ആമേൻ, സ്തോത്രം, ക്രൈസ്തവനായ നിന്റെ മുമ്പിൽ ഇന്ന് യോഗ്യതയില്ലാത്തവനെ പോലെ അവൻ അലയുകയാണ്. പക്ഷേ നീ ചെന്ന്, സഹോദര, നിന്റെ മദ്യപാനത്തെ മാറ്റാൻ കഴിയും. ആമേൻ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആരാധിക്കുന്ന കർത്താവ് നിന്നെയും കരുതുമെന്ന് പറയാൻ നിനക്ക് മനസ്സ് തോന്നാത്തതുകൊണ്ട് നശിച്ചു പോകുന്ന ഒരു വിഭാഗം നിന്റെ ചുറ്റുപാടുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരും പോയിട്ട്, ഇന്ന് രാത്രി മുതൽ ആരും പോയിട്ട് മേശക്കിനെ വിരൽ ചൂണ്ടരുത്. കേദാർ പോലെയുള്ള ജീവിതങ്ങളെ വിരൽ ചൂണ്ടരുത്. ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടണം. എങ്ങനെ വിരൽ ചൂണ്ടണം? ചൂണ്ടിയ വിരലുകൾ തിരികെ കൊണ്ടുവരിക. നമ്മളിലേക്കൊന്ന് നോക്കുക. നമുക്കെന്ത് കുറ്റമാണ് ഉള്ളത്? നമ്മളിലെന്ത് കുറവാണ് ഉള്ളത്? അപ്പം മനസ്സിലാകും, അപ്പാ ഞാൻ അവനെക്കാട്ടിലും ഗതികെട്ടവനാണ്. ഹല്ലേലൂയ. അപ്പം മനസ്സിലാകും, കർത്താവേ, ഞാൻ വിരൽ ചൂണ്ടിയവനേക്കാൾ ഗതികെട്ടവനാണ്. ഞാൻ വിരൽ ചൂണ്ടിയവനേക്കാൾ ദോഷം ചെയ്തവനാണ്. എനിക്ക് ക്രൈസ്തവനെന്ന പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ്റെ അത്ര പോലും മാന്യത എനിക്കില്ലാതായിപ്പോയി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ നമുക്ക്, ആമേൻ, സ്തോത്രം, മനസ്സിലാക്കണം. നശിപ്പിക്കാൻ വേണ്ടി എടുത്തു മാറ്റി നിർത്തിയിരുന്ന കേദാറിനെയും മേശക്കിനെയും കർത്താവ് തമ്പുരാൻ തിരഞ്ഞെടുത്തു. അവരെ തിരികെ വിളിച്ചു. അവരുടെ യാഗങ്ങളിൽ കർത്താവ് തമ്പുരാൻ പ്രസാദിച്ചു. ഹല്ലേലൂയ. ഇനി പറയുമോ, ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടമെന്ന്? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഇങ്ങനെയുള്ള, ആമേൻ, സ്തോത്രം, ഇങ്ങനെയുള്ള ഒരു മ്ലേച്ഛകരമായ പ്രവൃത്തികളുള്ള വിഭാഗത്തിൻ്റെ മധ്യത്തിൽ നിന്നെ കൊണ്ടുപോകുന്നെങ്കിൽ, ഹല്ലേലൂയ, മനസ്സിലാക്കുക, ദൈവം നിന്നെ പദ്ധതിയോടെയാണ് അതിനകത്ത് കൊണ്ടുപോകുന്നത്. നീ അവിടെയാണ് ദൈവത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. നീ നിന്നെ കൊണ്ട് അതിനകത്തൊരാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ആ ജനത്തെ, ആ വിഭാഗത്തെ കുറ്റം പറയാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. തിരുവനന്തപുരത്ത് ചെങ്കൽച്ചുള്ള എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആമേൻ. അവിടെ ആ പലരും എഴുതി തള്ളിയിട്ട ജനതയായിരുന്നു. ആമേൻ. അവിടെയുള്ളവർ കൊലപാതകത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ളവർ മോഷണ പ്രതികളായിട്ടുണ്ടായിരുന്നു. വലിയ കൊലപാതകങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. കാരണം എന്തെന്നറിയാമോ? ക്രൈസ്തവരായിരുന്ന പലരും അവരുടെ സ്വന്തമാണ് ദൈവമെന്ന് പറഞ്ഞ് അവരുടെ കുത്തക അവകാശമായിട്ട് യേശുക്രിസ്തുവിനെ കൊണ്ടു നടന്നു. പാപം ചെങ്കച്ചുള്ളയിലുള്ളവർ അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, JC പാറക്കടവിൽ അല്ലെങ്കിൽ ജോൺ ചാക്കോ പാറക്കടവിൽ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ചെങ്കൽ ചുള്ളയ്ക്കകത്തിറങ്ങി. ഹല്ലേലൂയ. ചെന്നിട്ട് ദാവീദ് പറഞ്ഞതുപോലെ ഇതെന്തൊരു ദേശം എന്ന് പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന അവൻ ചെങ്കച്ചുളയിൽ ജീവിച്ചത് കൊണ്ട് എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞില്ല. ആ മനുഷ്യൻ അവിടെ ചെന്ന്, ആമേൻ, സ്തോത്രം, കൊലപാതകികളെ തൊടാൻ തുടങ്ങി.
ഹല്ലേലൂയ. പാപം ചെയ്ത ദൈവമക്കളെ ആമേൻ സ്തോത്രം ചുമലിൽ തട്ടി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. പാപികളായിരുന്ന പലരെയും ആ പാപബോധം വരുത്തി കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ചെങ്കച്ചുള്ളയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ആമേൻ ഒന്നിലധികം ആമേൻ സ്തോത്രം ആമേൻ ആരാധനാലയങ്ങൾ, ക്രൈസ്തവ ആരാധനാലയങ്ങൾ അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ആളുകൾ മാനസാന്തരപ്പെട്ട ആളുകൾ അവിടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ അതിനകത്തു നിന്ന് ശുശ്രൂഷകൾക്ക് വേണ്ടി ആളുകളെ ദൈവം തിരഞ്ഞെടുത്തു. അതിനകത്ത് അനേക ശുശ്രൂഷകന്മാർ ജനിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അനേകരെ തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനിയും മേശക്കിലേക്ക് വിരൽ ചൂണ്ടരുത്. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധയോടെ കേൾക്കണേ. എനിക്കറിയാം ഈ മേശക്ക് ചെയ്തതുപോലെയും കേദാറ് ചെയ്തതുപോലെയും അതുപോലെയുള്ള പാപങ്ങളോ മ്ലേച്ഛതകളോ ഒന്നും ഹോളി ക്രോസ് ചർച്ചിനകത്തിരിക്കുന്ന ദൈവമക്കൾ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. പക്ഷെ പിന്നെ ഇതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ആമേൻ നമ്മൾ ചെയ്യാത്ത കൊടും പാപം ചെയ്ത മേശക്കിനും കേദാറിനും തമ്പുരാൻ മാപ്പ് കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ നമ്മളെക്കാൾ കൊടും പാപം ചെയ്ത കേദാറിനും മേശക്കിനും തമ്പുരാൻ മാപ്പ് കൊടുത്ത് അവിടുത്തെ ആടുകളെ തിരിച്ചു വരുത്തി അവരുടെ ശുശ്രൂഷയിൽ പ്രസാദിച്ചെങ്കിൽ, ഇന്ന് രാത്രി വലിയ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടുണ്ടെന്ന് പറയാനില്ലാത്ത, ദൈനംദിന ജീവിതത്തിൽ വന്നുപോയ ചെറിയ ചെറിയ തെറ്റുകളുള്ള നമ്മളോട് ദൈവം പൊറുക്കാതിരിക്കുമോ? പക്ഷേ പൊറുക്കണമെങ്കിൽ, അവൻ നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ പറയണം, കർത്താവേ പാപിയാണ് ഞാൻ, കർത്താവേ ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ലംഘനക്കാരനാണ്, ഞാൻ ലംഘന വാക്കുകൾ സംസാരിക്കുന്നവനാണ്, എന്നോട് നീ അവിടുന്ന് മനസ്സലിയണമേ. കർത്താവേ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വന്നിരിക്കുന്നു, എന്നോട് മനസ്സലിയണമേ. ഇത് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവിൻ്റെ വലിയ കൃപ ഇറങ്ങി വരും. ആമേൻ സ്തോത്രം. ഒരല്പം സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുകയാണ്, ദയവായി ക്ഷമിക്കുക. ഹല്ലേലൂയ. എൻ്റെ ജീവിതവും ഒരു പരിധി വരെ പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, ഈ പറയുന്ന മേശക്കിനോടൊപ്പം അത്രയും മ്ലേച്ഛത പറയാനില്ലെങ്കിലും, കേദാറിനോട് അത്രയും അതിനോടൊപ്പം മ്ലേച്ഛത പറയാനില്ലെങ്കിലും, കർത്താവിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ അപ്പനും അമ്മയും റബ്ബർ ടാപ്പിങ്ങുകാരായിരുന്നു. നമുക്കറിയാം, നിങ്ങൾക്ക് റബ്ബർ ടാപ്പിംഗ് എന്താണെന്ന് ഇനി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ആമേൻ. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായിരുന്നു. ഇവിടെ പുലകൽക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ബാലരാമപുരത്തെ കുമരേശൻ ചെട്ടിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരമാണ് എൻ്റെ പപ്പ വെട്ടിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അവരൊരു ടാപ്പിംഗ് തൊഴിലാളികളാണ്. അപ്പോൾ എടുത്തു പറയത്തക്ക ഒരു കുടുംബ പാരമ്പര്യമോ കുടുംബ മഹിമയോ കുടുംബ പശ്ചാത്തലമോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. എൻ്റെ പപ്പയുടെ ഏറ്റവും ഇളയ അനിയനും ആമേൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൊച്ചച്ഛനും കുഞ്ഞമ്മയും ആമേൻ. അവർ ആമേൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അത് വലിയ സന്തോഷമുണ്ട്. കാരണം ആമേൻ ഇന്ന് എൻ്റെ മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ അവരിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ആമേൻ. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ 3 പേരെ, ഞാനടക്കം എൻ്റെ 2 സഹോദരിമാർ മൂത്ത ആളുകളാണ്. അവർ 2 പേരും ഞങ്ങളെ 3 പേരെയും വളർത്തിക്കൊണ്ടുവരാൻ ഒത്തിരി പാടുപെട്ടു. മൂത്ത ചേച്ചിയെ MA വരെ പഠിപ്പിച്ചു, ഇളയാളെ BA ലിറ്ററേച്ചർ പഠിപ്പിച്ചു, എന്നെ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് പഠിപ്പിച്ചത്. എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പാട്ടുകാരനായി തീരണമെന്നാണ്. ഹല്ലേലൂയ. പാട്ടുകാരനായി തീരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് എൻ്റെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വെള്ളറടയിലുള്ള തേൻമൊഴി എന്ന് പറയുന്ന ഒരു ഗോസ്ബൽ ടീമിൽ എന്നെ കൊണ്ടുവന്നാക്കി. അവിടെ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി വരുന്ന സമയത്ത്, എൻ്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് ഈ തേൻമൊഴി ഗോസ്ബൽ ടീമിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ആമേൻ ഗാനമേളയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഗാനമേള ട്രൂപ്പുകളിൽ പാടിക്കൊണ്ടിരിക്കുന്ന കാലം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നു, ശാസ്ത്രീയമായിട്ടൊന്ന് പാട്ട് പഠിക്കണം.
ഞാനിതുവരെ ശാസ്ത്രീയമായി പഠിക്കാതെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ടൊന്ന് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ബാച്ചലർ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്ന കോഴ്സിന് ചേർന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്ക് ആരംഭം കുറിക്കുന്നത്. അന്ന് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുക്കാനിടയായിത്തീർന്നു. അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ വർഷം തുടങ്ങിയ അമൃത ടി വിയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലും പങ്കെടുത്തു. അപ്പോൾ അത് ഗ്ലോബലൈസ് ചെയ്ത് 5000 പേരാണ് പങ്കെടുക്കുന്നത്. അതിൽ നിന്ന് 72 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ പേരുണ്ട്. ആമേ. അതിൻ്റെ റൗണ്ട് മത്സരങ്ങളിലേക്ക് പാട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ആ സമയത്ത് തന്നെ ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടി കടന്നു വന്ന ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എന്നെ അദ്ദേഹത്തിൻ്റെ കോറസ് ടീമിൽ ചേർത്തു. അങ്ങനെ ജാസി ഗിഫ്റ്റിൻ്റെ കോറസ് ടീമിൽ ഞാൻ പാടുന്ന സമയമാണ്. അപ്പോഴാണ് എനിക്ക് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലും കിട്ടുന്നത്. അങ്ങനെ അതിനുവേണ്ടി പാട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിലെ ഒരു ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, പടപ്പിൽ തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരയ്യ എന്നോട് പറഞ്ഞു, സാജനൊന്ന് ഞങ്ങളുടെ പള്ളിയിലേക്ക് വരണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഉണർവില്ലാതിരിക്കുകയാണ്. ഉണർവെന്ന് പറഞ്ഞാൽ ആത്മീയ ഉണർവില്ല, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അവരിങ്ങനെ ഉറക്കം തൂങ്ങികളായിട്ടിരിക്കുക. സാജൻ വന്ന് സാജൻ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതൊക്കെ പറയുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ അവർക്കൊരു ഉന്മേഷമൊക്കെ ഉണ്ടാകും. അവരും ഇങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന് എന്നോട് അറിയിച്ചു. ഞാൻ പറഞ്ഞു വരാം. എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. എൻ്റെ മനസ്സിലുണ്ടായ ഒരവസ്ഥ എന്തെന്നറിയാമോ? ഇങ്ങനെ പോവുക മാത്രമല്ല, സാക്ഷ്യം പറയുക മാത്രമല്ല, SMS കൂടെ ചോദിക്കാം. കാരണം ഇനി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ എനിക്ക് ജയിക്കണമെങ്കിൽ SMS കൂടെ വേണം. അതുകൊണ്ട് അതും കൂടെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് കടന്നുപോയി. അങ്ങനെ പോകാൻ ആഗ്രഹിച്ച് ഒരുങ്ങിയൊക്കെ നിന്നു. അപ്പോൾ ഞാനൊരു ബൈബിൾ കയ്യിലെടുത്തു. ബൈബിൾ കയ്യിലെടുക്കുന്നത് എനിക്ക് അങ്ങനെ വലിയ ഭക്തി ഉണ്ടായിരുന്നിട്ടൊന്നുമല്ല. സത്യനേശൻ എന്ന് പറഞ്ഞ് ഒരച്ഛനുണ്ടായിരുന്നു കുറുവാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അച്ഛൻ ലൂഥർ മിഷനിലെ അച്ഛനാണ്. അച്ഛൻ എനിക്ക് ഒരു ബൈബിൾ സമ്മാനിച്ചു. വൺ സൈഡ് ഹീബ്രു ഭാഷയും മറ്റൊരു സൈഡ് ഇംഗ്ലീഷ് ഭാഷയുമുണ്ട്. ഈ 2 ഭാഷകളും എനിക്ക് വശമില്ലാത്ത ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കയ്യിലെടുത്തതിന് കാരണം അതിൻ്റെ സൈഡ് വാരം ഇങ്ങനെ ഗോൾഡൻ കളർ, ഇങ്ങനെ ആര് കണ്ടാലും തിളങ്ങി നിൽക്കുന്ന കളറുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. ഞാനെടുത്ത് കയ്യിൽ കൊണ്ടുപോവുകയാണ്. ആമേൻ, സ്തോത്രം. ആരും കണ്ടാൽ ആകർഷിക്കുന്ന തരത്തിൽ ഈ ബൈബിളൊക്കെ പിടിച്ച് ഞാനിങ്ങനെ അവിടെ നിന്നൊരു ബൈക്ക് ടാക്സി പിടിച്ച് ആ ബൈക്കിൻ്റെ ബാക്കിലിരുന്ന് പോവുകയാണ്. തുടലി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് ഒരു നായ കുറുകെ ചാടി, ഒരു പട്ടി കുറുകെ ചാടിയിട്ട് അദ്ദേഹം ബ്രേക്ക് പിടിച്ചു. ഞാൻ തെറിച്ചു വീണു. ആ ഗട്ടർ റോഡിൽ ഏകദേശം 5 മീറ്ററുകളോളം ഇടിച്ചിടിച്ച് വീണു. ആമേൻ. ബോധരഹിതനായി എന്നെ എടുത്ത് ഓട്ടോയുടെ പിൻസീറ്റിലിരുത്തി വെള്ളം തളിച്ച് തരുമ്പോൾ ആമേൻ എനിക്ക് ബോധം വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാരമായിട്ട് എന്തോ എൻ്റെ ശരീരത്തിൽ പറ്റിയിട്ടുണ്ട്, എൻ്റെ മുഖത്ത് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് എന്നെ എടുത്ത് വെള്ളറട ദേവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിട്ട് ആമൻ ഡോക്ടർ പറയുകയാണ്, ഇതിനകത്തൊക്കെ ഈ മെറ്റിലി കഷ്ണം കയറിയിരുന്നു ഈ താടിയലിനിടയ്ക്ക്, അതൊക്കെ എടുത്ത് അതിനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പറഞ്ഞു, ഇതിന് നേരെയായി വരാൻ ആമൻ ഞാൻ എൻ്റെ മുഖത്തിൻ്റെ അനുഭവമൊക്കെ കണ്ടിട്ട് ഇതിന് നേരെയായി വരാൻ ആകപ്പാടെ കാണാൻ കൊള്ളത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒരു അവസ്ഥയും കൂടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് മനസ്സിലാക്കി നോക്കിയേ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതിന് എന്നാണ് നേരെയായി വരുന്നത്? എനിക്ക് പ്രാഥമിക ചികിത്സയൊക്കെ ചെയ്ത് എന്നെ എൻ്റെ വീട്ടിനകത്തേക്ക് കൊണ്ട് കടത്തിയിരിക്കുക. എൻ്റെ വീട്ടിൽ കടത്തിയിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എൻ്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് എന്നോടൊരു സത്യം പറഞ്ഞു, മക്കളെ, നിനക്ക് ഈ പറയുന്ന സൂപ്പർ സ്റ്റാറും ഈ പറയുന്ന ഐഡിയ സ്റ്റാർ സിംഗറും ഒന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ, ആമേൻ. നിനക്ക് പറഞ്ഞിട്ടുള്ളത് നിന്നെക്കുറിച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല ഞങ്ങളുടെ സഭയിലെ ആമേൻ സ്തോത്രം സഭയിലെ ശുശ്രൂഷകയും പറഞ്ഞിട്ടുണ്ട്. നീ ആമേൻ അനേക ആളുകളുടെ മധ്യത്തിൽ നിന്ന് ആമേൻ സ്തോത്രം ദൈവവചനം സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇന്നൊരു തീരുമാനമെടുക്കണം. ആമേൻ ഇനി പാടുന്നെങ്കിൽ എൻ്റെ യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. കുറച്ച് നാളുകൾ എടുത്തു അതിനെ അക്സെപ്റ്റ് ചെയ്യാനെങ്കിലും പിന്നീട് ഒരു തീരുമാനമെടുത്തു, അവൻ ഇനി പാടുന്നെങ്കിൽ എൻ്റെ യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. അന്ന് ഞാൻ തീരുമാനമെടുത്തു, പാടുന്നെങ്കിൽ എൻ്റെ യേശുവിന് വേണ്ടി.
കാട്ടോലീവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറയ്പ്പാൻ. കാട്ടോലീവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറയ്പ്പാൻ അവൻ വെട്ടിയിണച്ചെന്നെ നല്ലോലിവിൻ തരു ഓടതു ചിന്തിച്ചെന്നും പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയുടെ, ജീവൻ പോവോളം നന്ദിയോടെ. ഹല്ലേലൂയ. അന്നെടുത്ത തീരുമാനം ഇനി പാടുന്നെങ്കിൽ എൻ്റെ യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. എങ്കിലും എൻ്റെ മനസ്സിലൊരു ചെറിയ ചിന്തയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ കോറസ് ടീമിലെ ഒരു ഗായകനാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഗാനമേളയിൽ പാടുന്ന ഒരാളാണ്. അത്യാവശ്യം പേയ്മെൻറ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ വിട്ടിട്ട് ഞാൻ ഈ കറുത്ത പുസ്തകവും എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ എനിക്കെന്ത് കിട്ടും? ഹല്ലേലൂയ. ആമേൻ. ആ ചോദ്യത്തിന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ പുസ്തകവും എടുത്തിറങ്ങി 10ാമത്തെ വർഷം ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി. ഹല്ലേലൂയ. നിരന്തരമായി വന്ന കഷ്ടപ്പാടുകളുടെയും ദുരിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ ഹല്ലേലൂയ തമ്പുരാൻ എനിക്ക് മറുപടി തന്നു. എന്താണെന്നറിയാമോ? ആമേൻ. ഈ ഡാലിമുഖം എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളറട പഞ്ചായത്തിനകത്ത്, ആമേൻ, മാത്രം പഞ്ചായത്തിനകത്ത് പോലും ആമേൻ സ്തോത്രം ആളുകൾ തിരിച്ചറിയാതിരുന്ന എന്നെ, ആമേൻ സ്തോത്രം, ഈ കൊച്ചു കേരളത്തിലുള്ളവർ മാത്രമല്ല, ആമേൻ, ഇന്ത്യ മഹാരാജ്യത്തുള്ളവർ മാത്രമല്ല, ആമേൻ സ്തോത്രം, പല രാജ്യങ്ങളിലും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ക്രൈസ്തവ മലയാളികൾ ആരോടെങ്കിലും ക്യാപ്റ്റൻ സാജൻ ജോണിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ, ആമേൻ, അവരിൽ ചിലരെങ്കിലും പറയും, കണ്ണീരി വീണാലും എന്ന പാട്ടെഴുതി അയ്യായല്ലയോ എന്ന് ചോദിക്കും. ഹല്ലേലൂയ സ്തോത്രം. അത്രത്തോളം സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, അപ്പാ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗൃഹവും എന്തുള്ളൂ, എൻ്റെ അപ്പൻ റബ്ബർ വെട്ടുകാരനായ ജോൺ കുട്ടി എന്തുള്ളൂ, എൻ്റെ അമ്മയായ മേഴ്സി എന്ന് പറയുന്ന റബ്ബർ വെട്ടുകാരി എന്തുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് എന്നെ അങ്ങനെ വളർത്താൻ തുടങ്ങി. ഒത്തിരി വൈതരണികൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം. 2018 എൻ്റെ മകള് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ അന്ന് ശുശ്രൂഷ ചെയ്യുന്നത് ചെന്നിത്തല എന്ന് പറയുന്ന പ്രദേശത്താണ്. സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഞങ്ങളാരും കാണാതെ അവൾ 3 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ ഇളയ പുത്രി ഒരു 3 ഗുളിക എടുത്ത് കഴിച്ചു. 500ൻ്റെ 3 ടാബ്ലറ്റ്. ഹല്ലേലൂയ. എൻ്റെ വൈഫ് അറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്ട്രിപ്പ് ഇരിക്കുന്നത് കണ്ടു. അപ്പം ചോദിച്ചു, കഴിച്ചോ എന്ന് ചോദിച്ചു. അദ്ദേഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊന്നുകൂടെ സ്ഥിരീകരിക്കാൻ എൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ വിരൽ കൊണ്ട് തൊട്ടിട്ട് എൻ്റെ വൈഫിൻ്റെ നാക്കിലേക്ക് വിരൽ കൊണ്ട് വെച്ചു. കയ്പോ അല്ലെങ്കിൽ ഗുളികയുടെ ഒരു ടേസ്റ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവളെ സ്കൂളിലേക്ക് വിട്ടു. അവൻ ഒരു 11 മണിയോട് അടുക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കാട്ടാക്കടയിൽ നിൽക്കുക. ഇത് നടക്കുന്നതങ്ങ് മാവേലിക്കരയിലാണ്. ഞാൻ കാട്ടാക്കടയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഫോൺ കോൾ വന്നു. കുഞ്ഞിനൊരു വലിയ വല്ലായ്മയുണ്ടായി. ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ കൊണ്ടുചെന്ന് കിടത്തി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് ഛർദിലിൽ കുളിച്ച് കിടക്കുകയാണ്. ഛർദിച്ച് അവശയായി കിടക്കുകയാണ്. ആ ഛർദിലിൽ ബ്ലഡിൻ്റെ അംശം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് എൻ്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു. വൈഫ് വന്നു. ഇത് കഴിച്ചു എന്നുള്ളത് ഞങ്ങൾ സ്ഥിരീകരിച്ചു. കാരണം 10 ഗുളിക വാങ്ങിയിട്ട് ഞാൻ ഒന്നുപോലും കഴിച്ചിരുന്നില്ല. അത് വിക്കോറിൽ എന്ന് പറയുന്ന സൈനസൈറ്റിസിൻ്റെ ഗുളികയാണ്. ഞാൻ ഒന്നുപോലും കഴിച്ചിരുന്നില്ല. ഇപ്പോൾ അതിൽ 6 എണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി 4 ഗുളിക കാണാനില്ല. 1 എണ്ണം തറയിൽ അലിഞ്ഞു കിടക്കുന്നത് കണ്ടുപിടിച്ചു. അപ്പം മനസ്സിലായി 3 എണ്ണം അകത്ത് പോയിട്ടുണ്ട്. പെട്ടെന്ന് ആമൻ ഈ പറയുന്ന മാവേലിക്കര താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ, കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ
അവർ പറഞ്ഞു രാവിലെ 8 മണിക്ക് നടന്ന സംഭവമാണ്. ഇപ്പോൾ ഇതാ ഏകദേശം 11:45 മണിയായി. ഇനി ഇത് ഇത്രയും സമയം കൊണ്ട് ബോഡി ഇത് അബ്സർവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എൻ്റെ വൈഫ് ഒറ്റയ്ക്ക് 108 ആംബുലൻസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോയി. നീണ്ട 7 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, എനിക്ക് ഡോക്ടേഴ്സ് കാണിച്ചു തന്നത് ഒരു അഴിക്കകത്തുകൂടെയാണ് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബൈപ്പാപ്പ് മാസ്ക് ധരിച്ച ഈ ICUവിൽ കടന്ന, പീഡിയാട്രിക് ICUവിൽ കടന്ന ഏങ്ങലടിക്കുന്ന എൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. ഞാൻ വന്നിട്ട് ഡോക്ടേഴ്സിനോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 24 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ സാധ്യമല്ല. കാരണം 93%, 93% ബ്ലഡിൽ പാരസെറ്റമോളിൻ്റെ കണ്ടന്റ് ലയിച്ചു കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. ഇനി ഞങ്ങൾ ലിവർ ഫംഗ്ഷൻ കൂടെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ലിവർ ഫംഗ്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ റൂമിൽ ചെന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ആമേൻ, നിങ്ങൾ മാതാപിതാക്കളാണ്, ഞങ്ങൾക്കറിയാം. ഈ കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ ലാളിച്ച് വളർത്തിയതാണെന്നും അറിയാം. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ റിസർവ്ഡ് ആകാൻ വേണ്ടി പറയുകയാണ്. ഈ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കൊണ്ടുപോകാമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് മതിയാകത്തുള്ളൂ എന്ന് ഞങ്ങളോട് പറയുമ്പോൾ, ഹല്ലേലൂയ, വല്ലാത്ത വിഷമം ഞങ്ങളെ ഭരിച്ചു, വല്ലാത്ത ഭാരം ഞങ്ങളിലുണ്ടായി. സ്തോത്രം. നീണ്ട 7 ദിവസങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ കുഞ്ഞിനെ ജീവനോടെ തരാൻ ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നീണ്ട 7 ദിവസങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ സ്തോത്രം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. എൻ്റെ വൈഫ് ICUവിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു. ബന്ധുക്കളോടും ചർച്ചക്കാരോടുമൊക്കെ അറിയാവുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞു. അവരൊക്കെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. നീണ്ട 7 ദിവസത്തെ പ്രാർത്ഥനയുടെ ഫലമായി, ഹല്ലേലൂയ, നീണ്ട 7 ദിവസത്തെ കണ്ണുനീരിൻ്റെ ഫലമായി 8ാമത്തെ ദിവസം ICUവിൻ്റെ വാതിൽക്കലേക്ക് എൻ്റെ വൈഫിന് ചായ വാങ്ങി കൊടുക്കുന്നതിന് ഫ്ലാസ്ക് എടുക്കാൻ ഞാൻ രാവിലെ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ വൈഫ് ഇറങ്ങി വരുന്നതോടൊപ്പം എൻ്റെ മകളും നടന്നു വരുന്ന കാഴ്ച കാണാൻ എനിക്ക് ഭാഗ്യം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അന്ന് ആ സന്തോഷത്തിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിൽ തിരതള്ളിയ വാക്കുകളാണ്. കഴിഞ്ഞ 7 ദിവസത്തെ കണ്ണുനീര് സ്വർഗത്തിലെ ദൈവം തുരുത്തിയിലാക്കി വെച്ചു എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ 7 ദിവസം ഞാൻ ഒഴുക്കിയ കണ്ണുനീര്, കഴിഞ്ഞ 7 ദിവസം എൻ്റെ വൈഫ് ഒഴുക്കിയ കണ്ണുനീര്, ഞങ്ങളുടെ കുടുംബം ഒഴുക്കിയ കണ്ണുനീര്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒഴുക്കിയ കണ്ണുനീര് തമ്പുരാൻ തുരുത്തിയിലാക്കി വെച്ചു. മാത്രവുമല്ല, തുരുത്തി 7 ദിവസം കൊണ്ട് നിറഞ്ഞപ്പോൾ അളന്നെടുത്തു നോക്കിയപ്പോൾ സാജൻ ജോൺ കരഞ്ഞ കണ്ണുനീരിനകത്ത് കിടക്കുക. സാജൻ ജോണിന്റെ വൈഫ് കരഞ്ഞ കണ്ണുനീര് കിടക്കുക. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും കരഞ്ഞ കണ്ണുനീര് തുരുത്തി നിറഞ്ഞിരിക്കുക. പിന്നെ എങ്ങനാ ഞാൻ അളന്നെടുത്തിട്ട് അനുഗ്രഹം കൊടുക്കാത്തത്? സ്തോത്ര. ഹല്ലേലൂയ. തമ്പുരാൻ അത് അളന്നെടുത്തിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം ഈ ഉലകത്തിലുണ്ട്. ഏത് പാപിയായാലും, ഏത് കൊടും പാപിയായാലും നിനക്ക് കരഞ്ഞ് പശ്ചാത്തപിക്കാൻ, നിന്റെ തെറ്റുകളെ മനസ്സിലാക്കി പശ്ചാത്തപിക്കാൻ കഴിഞ്ഞാൽ സ്തോത്രം, അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കേദാറിലെ ആടുകളെ തിരിച്ചു വിളിച്ചതുപോലെ നമ്മളെയും വിളിച്ചു വരുത്തി നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയ്ക്കും, നമ്മൾ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും വിലമതിക്കുന്ന, വൈരത്തെക്കാൾ വജ്രത്തെക്കാൾ വിലമതിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അവനെ വിശ്വസിക്കണം. അടിക്കടി കഷ്ടപ്പാടുകൾ വന്ന് തളർന്ന് എൻ്റെ അക്കൗണ്ട് 0 ലെവലിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് ആളുകൾ എന്നോട് പറഞ്ഞു, അയ്യാ, താങ്കളുടെ പാട്ട് വൈറലായി തുടങ്ങി. കണ്ണീര് വീണാലും ഇന്ന് ഞങ്ങൾ ഫേസ്ബുക്ക് തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ കണ്ണീര് വീണാലും എന്ന പാട്ടേ കേൾക്കാനുള്ളൂ, കാണാനുള്ളൂ. അതുകൊണ്ട് താങ്കളുടെ സമയം തെളിഞ്ഞെന്ന് ചിലർ പറഞ്ഞു. ചിലർ പറഞ്ഞു താങ്കളുടെ കഷ്ടപ്പാട് മാറുമെന്ന് പറഞ്ഞു. എൻ്റെ ബുദ്ധിമുട്ടറിയാമെന്ന പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു, മക്കളെ നീ കരയണ്ടടാ, നിനക്ക് നന്മ വരുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാനും ചിന്തിച്ചു. അന്ന് സ്തോത്രം, അനേക രാജ്യങ്ങളിലേക്ക് എനിക്ക് ക്ഷണം കിട്ടി നിൽക്കുന്ന സമയമായിരുന്നു. ഹല്ലേലൂയ. ആളുകൾ പല ദേശത്തിൽ നിന്ന് വിളിക്കുന്ന സമയമായിരുന്നു.
ആമൻ പൊഴിയൂർ CSI സഭയിൽ നിന്ന് ഞാൻ പാടി, ആമൻ ഈ സാക്ഷ്യം പറഞ്ഞ് പാടിയതിന് ബിജു സുധി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തിയെടുത്തിട്ട് എന്നോട് ചോദിച്ചു, അയ്യ ഞാനിതൊന്ന് യൂട്യൂബിലിട്ടോട്ടെ. യൂട്യൂബിലിടാൻ ഞാൻ അനുവാദം നൽകി. അദ്ദേഹം യൂട്യൂബിലിട്ടു. കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കാൻ തുടങ്ങി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദർ, അയ്യാ, പാസ്റ്റർ, അച്ഛാ, താങ്കൾ എഴുതി വച്ചിരിക്കുന്ന ഈ വാക്കുകളുണ്ടല്ലോ, അത് എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞു. അവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ എന്നെ വിളിച്ചു. അവരെല്ലാം പറഞ്ഞത് ഇതാണ്, അവൻ താങ്കൾ എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞു. അന്ന് സാജൻ ജോണിനൊരു കാര്യം മനസ്സിലായി. അവൻ സാജൻ ജോണിൻ്റെ സമാന അനുഭവമുള്ള അവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഈ പാട്ട് വൈറലായ സമയത്ത് ഞാനും ചിന്തിച്ചു, എനിക്കും ദൈവം ഒരു നല്ല കാലം തരികയാണ്. എനിക്ക് ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ തരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നോബിൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഹല്ലേലൂയ, വേഗത്തിൽ നിർത്താം, നോബിൾ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ കുവൈറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അയ്യാ, താങ്കളുടെ ഈ പാട്ട് ഒഫീഷ്യലായിട്ടൊന്ന് റിലീസ് ചെയ്യണം. താങ്കൾ ലൈവായിട്ടൊരു ചർച്ചിൽ നിന്ന് ഇതുപോലെ നിന്ന് പാടുന്നതല്ലേ ഇത് വൈറലായത്, അതുകൊണ്ട് ഇത് ഒഫീഷ്യലായിട്ടൊന്ന് റിലീസ് ചെയ്യണം. താങ്കൾ അതൊന്നുകൂടെ സ്റ്റുഡിയോയ്ക്കകത്ത് പാടണം. അതിനുവേണ്ടി എന്ത് ചിലവ് വരുന്നോ അത് ഞാൻ ചിലവാക്കിക്കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ക്യാഷ് അയച്ചു തന്നു. ഞാൻ സ്റ്റുഡിയോയിൽ ചെന്ന് പാടിക്കഴിഞ്ഞപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വീഡിയോ ഷൂട്ടാണ്. വീഡിയോ ഷൂട്ട് നടത്താൻ സമയമായപ്പോൾ ഞാൻ ഈ നോബിൾ എന്ന് പറയുന്ന സഹോദരനോട് പറഞ്ഞു, സഹോദരൻ, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതൊന്ന് നിവർത്തിച്ച് തന്നേ പറ്റൂ. അദ്ദേഹം ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയെയും അമ്മയും കൂടെ ഈ വീഡിയോയ്ക്കകത്തൊന്ന് കാണിക്കണം. എവിടെയെങ്കിലും ഒരറ്റത്തായാലും മതി, പക്ഷേ എൻ്റെ പപ്പയും അമ്മയും അവിടെ ഒന്ന് കാണിക്കണം. അദ്ദേഹം പറഞ്ഞു, മനോരമ മ്യൂസിക്കിനാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അവരത് സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞു, അവരോട് സമ്മതിക്കാം, അല്ലെങ്കിൽ ഈ പാട്ട് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞേരെ. ഹല്ലേലൂയ. അപ്പോൾ അവർ പറഞ്ഞു, അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പയോ അമ്മയോടും ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പപ്പയോടും അമ്മയോട് പറഞ്ഞു, ഇങ്ങ് വരണം, ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ടുണ്ട്, നിങ്ങളെ കൂടെ ഞാൻ അതിൽ കാണിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ പപ്പയും അമ്മയും സന്തോഷം കൊണ്ട്, ആമേൻ, സ്തോത്രം, അവരും അതിനുവേണ്ടി തയ്യാറായി. അങ്ങനെ 2020 മാർച്ച് മാസം 2-ാം തീയതി ഞാനിവിടെ നിന്ന് ഞാൻ താമസിക്കുന്ന ഇടത്തേക്ക് എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു കൊണ്ടുപോയി. ഞാൻ സഞ്ചരിച്ചു വന്ന കാറിനകത്ത് എൻ്റെ മാതാപിതാക്കളെ ഇരുത്തി. അവർ നെടുമങ്ങാട് ഒരു ഫംഗ്ഷന് വന്നതാണ്. അവിടെ അവരുടെ ബൈക്ക് വെച്ചിട്ട് എൻ്റെ കാറിനകത്ത് എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു കൊണ്ടുപോയി. അന്ന് രാത്രി അവിടെ ചെന്നപ്പോൾ പിറ്റേ ദിവസം ഷൂട്ടാണ്. 5000 രൂപയുടെ കുറവുണ്ട്. ഞാൻ, ആമേൻ, സ്തോത്രം, ആ 5000 രൂപ വാങ്ങാൻ പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ 11:30 മണി കഴിഞ്ഞൊരു രാത്രി. പപ്പ പറഞ്ഞു, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ കയറിയിരുന്ന് പോവുകയാണ്. അപ്പോൾ എന്നോട് എൻ്റെ പപ്പ പറഞ്ഞു, വൈറൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. എനിക്കത് പറഞ്ഞു, എനിക്കറിയാവുന്നത് പോലെ ഞാനത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്, പല രാജ്യങ്ങളിലേക്കും എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ, ചിലപ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും പപ്പ. ഹല്ലേലൂയ. എനിക്കുണ്ടായിരുന്ന സർവ്വതും നശിച്ച് 0 ലെവലിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് പപ്പയോട് ഞാനിത് പറയുന്നത്. പപ്പ എന്നോട് അന്ന് രാത്രിയിൽ ഒരു ചോദ്യം ചോദിച്ചു, മക്കളെ, പപ്പയുടെ വെട്ട് നിർത്താൻ സമയമായോ എന്ന് ചോദിച്ചു. അതെൻ്റെ ഹൃദയത്തിൽ അങ്ങ് കൊണ്ടു. എന്തിനാണെന്നറിയാമോ എൻ്റെ ഹൃദയത്തിൽ അത് മുറിവേൽപ്പിച്ചത്? ആമേൻ. 65 വയസ്സായ എൻ്റെ പപ്പയ്ക്ക് ചെയ്യുന്ന ജോലി ഒരു ഭാരമായി തീർന്നെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുക. ആമേൻ, സ്തോത്രം. ചെയ്യുന്ന ജോലി എൻ്റെ പപ്പയ്ക്കൊരു ഭാരമായി തീർന്നെന്ന് അതുവരെ ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ പപ്പയുടെ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി, മക്കളെ, പപ്പയുടെ വെട്ട് നിർത്താൻ സമയമായോ എന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. ഞാൻ എൻ്റെ പപ്പയെടുത്ത് വാക്ക് കൊടുത്തു, പപ്പ, ഇനി നമുക്ക് കഷ്ടപ്പാടുകൾ മാറും, ദുരിതം മാറും. ഹല്ലേലൂയ. എൻ്റെ കാറ് എനിക്ക് പൈസ അടയ്ക്കാൻ സാധ്യതയില്ലാതെ വന്ന കഷ്ടങ്ങളുടെ നടുവിൽ, നിരന്തരമായി വന്ന കഷ്ടങ്ങളുടെ നടുവിൽ എൻ്റെ കാറ് CC-ക്കാർ വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോയ പ്രശ്നം നടത്തി എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കി എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുതന്ന് തരാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ പപ്പ എന്നെ ഉപദേശിക്കണം, മക്കളെ, ഇനി കാറൊന്നും എടുക്കരുതേ. ഹല്ലേലൂയ.
അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, ഇല്ല പപ്പ, ഇനി നമുക്ക് കാറൊക്കെ തമ്പുരാൻ തരും. ഹല്ലേലൂയ. എൻ്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തു. അന്ന് രാത്രിയിൽ മടങ്ങി വരുന്ന വഴിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ആമേൻ, നാളെ ഷൂട്ട് നടക്കത്തില്ല, അതുകൊണ്ട് പപ്പയോടും അമ്മയോടും പോയിട്ട് തിരിച്ചു വരാൻ, ആമേൻ, 9-ാം തീയതി തിരിച്ചു വരാൻ പറഞ്ഞു. 2020 മാർച്ച് മാസം 9-ാം തീയതി തിരിച്ചു വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാനത് പപ്പയും അമ്മയെ അറിയിച്ചപ്പോൾ പരിഭവങ്ങളൊന്നുമില്ലാതെ പപ്പയും അമ്മയും പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് വരാം മക്കളെ. ആ പപ്പ എന്ന ആമേൻ ഇവിടെ കിളിയൂരിൻ്റെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ്. പപ്പയ്ക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു കല്യാണം, സുഹൃത്തിൻ്റെ മകളുടെ കല്യാണമുണ്ട്, അതിന് വരണം. അമ്മ അന്നിവിടെ പഞ്ചായത്തിൽ പല കാര്യങ്ങളും നിർവഹിക്കാനുണ്ട്. അങ്ങനെ പല സംഘടനകളിലും അമ്മയുള്ളതുകൊണ്ട് അമ്മ അങ്ങനെ വരണമെന്ന് ധൃതി പിടിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയിട്ട് 9-ാം തീയതി വരാമെന്ന് വാക്കു പറഞ്ഞു. അന്ന് രാവിലെ അവർ പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ എനിക്ക് തലവേദന കൊണ്ട്, പിറ്റേ ദിവസം രാവിലെ പോകാൻ തലവേദന കൊണ്ട് എനിക്ക് വല്ലാതെ കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അരികിൽ വന്ന് തലയിൽ കൂടെ സാരിത്തുമ്പ് പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു. പപ്പയും അരികിൽ നിന്നു. പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ മയങ്ങിപ്പോയി. കാരണം ആമേൻ, തലവേദന കൊണ്ട് ഞാൻ കഴിച്ച മരുന്നിൻ്റെ സെഡേഷനൊക്കെ കൊണ്ട് ഞാൻ മയങ്ങിപ്പോയി. എൻ്റെ വൈഫ് എന്നെ തട്ടി വിളിക്കാൻ തുടങ്ങിയപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു, വേണ്ട, അവനെ വിളിക്കേണ്ട, ഉണരുമ്പോൾ പറഞ്ഞാൽ മതി, പപ്പയും അമ്മയും പോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അവർ യാത്രയായി. ആമേൻ, 11:30 മണിയൊക്കെ ആയപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി. വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഉണ്ടായത്. നെടുമങ്ങാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വല്ലാതെ വേവലാതിപ്പെട്ടു. വിളിച്ചു പറഞ്ഞ ആളിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയോ, അതോ എൻ്റെ ഭാര്യയും മക്കളെയും കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഗുരുതരമായ പരിക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. നാടകീയമായിട്ട് ഞങ്ങളുടെ സഭയിലുള്ള ചിലരൊക്കെ, ആമേൻ, സ്തോത്രം, ഞാൻ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവിടെ വന്ന് നാടകീയമായിട്ട് എന്നോട് ചോദിച്ചു, എവിടെ പോവുകയാണ്? ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് വരെ പോവുകയാണ്, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി. എന്നാൽ പിന്നെ ടെൻഷൻ അടിച്ച് പോകേണ്ട, ഇതിനകത്ത് കയറിക്കോ, ഞങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറ്റി. എൻ്റെ സഹപ്രവർത്തനായതുകൊണ്ട് ഞാൻ ആ വാഹനത്തിൽ കയറി. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ നിന്ന് എൻ്റെ മാതൃസഭയിൽ ശുശ്രൂഷ ചെയ്ത ഒരു ശുശ്രൂഷകനും കൂടെ കയറി. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, അദ്ദേഹം കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ കയറുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനും കൂടെ വരാം, ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ വണ്ടിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ വരാമെന്ന് ചിന്തിച്ചു. അങ്ങനെ എന്നെ കൊണ്ടുപോകുമ്പോൾ നെടുമങ്ങാട് ഹോസ്പിറ്റലിലേക്കാണ് വരേണ്ടത്. വെമ്പായത്ത് നിന്ന് നെടുമങ്ങാടിലേക്ക് പോകുന്നതിന് പകരം വണ്ടി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്? അവർ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ ഫോണിലേക്ക് എനിക്കെന്ന് ചെറിയ കീപാഡ് സെറ്റേ ഉള്ളൂ, അതിൻ്റെ ചാർജ് തീർന്നതുകൊണ്ട് അവരുടെ ഫോണിൽ ആരോ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. ആമേൻ, ഇത് പെട്ടെന്നൊരു സർജറിക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. ആമേൻ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ വാതിൽക്കൽ ചെന്നു. മെഡിക്കൽ കോളേജിൻ്റെ വാതിൽക്കൽ ചെന്നിറങ്ങുമ്പോൾ ഇതിനേക്കാൾ വരുന്ന ഒരു സമൂഹം അവിടെ കൂടി നിൽക്കുന്ന കാഴ്ചയെ ഞാൻ കണ്ടത്. അവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ചങ്ക് പതറി. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ആരും മറുപടി പറയുന്നില്ല. എന്നെ അറിയുന്ന, ഞാൻ അറിയുന്ന ഒരു സമൂഹം മുഴുവൻ അവിടെ നിൽക്കുകയാണ്. അവരോടൊക്കെ ചോദിച്ചു. അവസാനം ഞങ്ങളുടെ DCI പിടിച്ച് ഞാൻ കുലുക്കിക്കൊണ്ട് ചോദിച്ചു, ഞാൻ പിടിച്ചു കുലുക്കി ചോദിച്ചു, അയ്യ പറയ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചു, ആരെങ്കിലും മരിച്ചോ? പറയാൻ പറഞ്ഞു. എനിക്ക് തോന്നി ആരോ മരിച്ചു. ഞാനിങ്ങനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു, ആരെങ്കിലും മരിച്ചോ എന്ന് ചോദിച്ചു. അദ്ദേഹം തലയാട്ടി സമ്മതിച്ചു, മരിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, എൻ്റെ പപ്പയാണോ മരിച്ചത്, എൻ്റെ അമ്മയാണോ മരിച്ചത്? അതൊന്ന് പറയാൻ പറഞ്ഞിട്ട് ആരും മറുപടി പറയുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ചിന്തിച്ചു, എടാ, മരിച്ചെന്ന് പറഞ്ഞല്ലോ, പിന്നെ ആര് മരിച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? മരിച്ചെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ആര് മരിച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എനിക്ക് പപ്പ മരിച്ചാലും എൻ്റെ അമ്മ മരിച്ചാലും തുല്യ ദുഃഖമാണ്. അതുകൊണ്ട് ആര് മരിച്ചെന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. എന്നെ അവിടെ നിന്ന് എടുത്ത് ഒരു ഓട്ടോയ്ക്കകത്തിരുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ വാതിൽക്കലേക്ക് കൊണ്ടുവന്നു. എന്നെ മോർച്ചറിയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ 2 പേര് ഇടവും വലവും നിന്ന് എൻ്റെ കൈകളിൽ പിടിച്ചു. സ്തോത്രം. എന്നെ അങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ കണ്ട
കാഴ്ച എൻ്റെ പപ്പയെയും അമ്മയെയും തല മുതൽ പാദം വരെ തുണികൾ കൊണ്ട് വലിഞ്ഞു മുറുക്കി കെട്ടി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഹല്ലേലൂയ. എൻ്റെ പപ്പയുടെ മുഖം കാണണമെന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ ആരോ എൻ്റെ ആമേൻ സ്തോത്രം ചെവിയിൽ വന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നു. ആമേൻ കാണാൻ ഒരു മുഖം അതിനകത്തില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. പിന്നീടാണ് ഞാൻ അറിയുന്നത് എൻ്റെ പിതാവിൻ്റെ തലച്ചോറ് പോലെ ആമേൻ സ്തോത്രം വണ്ടി കയറി ഇറങ്ങി പുറത്തു വന്ന ഒരവസ്ഥ. ആമേൻ ആർക്ക് സഹിക്കാൻ പറ്റും? ആമേൻ പെറ്റു വളർത്തിയ അമ്മയും ആമേൻ സ്തോത്ര ഹല്ലേലൂയ കഠിനാധ്വാനം ചെയ്ത് എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന അപ്പൻ ഒരുപോലെ തല മുതൽ പാദം വരെ ആമേൻ സ്തോത്രം തുണികൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടി പൂട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന കാഴ്ച കണ്ടാൽ ആർക്കാണ് സഹിക്കുക ദൈവമക്കളെ? ഹല്ലേലൂയ സ്തോത്രം. അന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് ഒത്തിരി പരിഭവം പറഞ്ഞു. അപ്പാ, നീ ഇതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? നിന്നെ ആമേൻ സ്തോത്രം ഇതിനാണോ ആമേൻ കർത്താവെ നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു വരുത്തിയത്, എന്നെ തിരഞ്ഞെടുത്തത്? എന്ത് ക്രൂരതയാണ് കർത്താവ് നീ എന്നോട് ചെയ്തതെന്ന് ഞാൻ പരിഭവം പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആമൻ ഹല്ലേലൂയ. ആമൻ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ എന്നോട് ഞങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടല്ലോ, ആമൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചു, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ മാതാപിതാക്കൾ ആമൻ സ്തോത്രം ലാഭമായിട്ട് ഉയരത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭാരമുണ്ടായി. എൻ്റെ മാതാപിതാക്കൾ ഇല്ലാതെ പോയ സ്ഥാനത്ത് ഞാനും തകർന്നില്ലാതായി പോവുകയാണ്. കാരണം ആമേൻ സ്തോത്രം ഞാൻ വട്ടപൂജ്യത്തിൽ നിൽക്കുക, ഒരെഴുന്നേറ്റമില്ലാതെ നിൽക്കുക. ആമേൻ ശുശ്രൂഷയിൽ ഞാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുക. ആമേൻ സ്തോത്രം എൻ്റെ മാതാപിതാക്കൾ കൂടെ ഇല്ലാതായി ഞാൻ എങ്ങനെ ഇത് സഹിക്കുമെന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള സമയത്ത് ആമേൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ചെവിയിലേക്ക് മന്ത്രിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട പൈതലേ, നീ അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്ത് നിന്ന് ഞാൻ ആരംഭിക്കും. ഹല്ലേലൂയ സ്തോത്രം. നീ അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്ത് നിന്ന് ഞാൻ ആരംഭിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവ പൈതലേ, ആമൻ ഇന്നിവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ആമൻ എൻ്റെ ജീവിതം ഇതാ ഇവിടെ പാടെ തകർന്നു വീഴുകയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, കടഭാരം കൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ പ്രയാസം കൊണ്ടോ പ്രതികൂലം കൊണ്ടോ പ്രതിസന്ധികൾ കൊണ്ടോ നിങ്ങൾ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, നിങ്ങൾ തകർന്നു പോകുന്ന ഇടത്തു നിന്നാണ് നിങ്ങളെ പണിയാൻ ദൈവം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെ വലുതാക്കാൻ ദൈവം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഞാനിത് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് ആമൻ സ്തോത്രം കുറിവാക്യത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കേദാറിലെ ആടുകളെ അവൻ വിളിച്ചു വരുത്തി. ആമൻ നെബായോത്തിലെ മുട്ടാടുകളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവരുടെ ശുശ്രൂഷയിൽ അവൻ പ്രസാദിച്ചു. ഇന്ന് രാത്രിയിലും കേദാറിൻ്റെ സമാനമായ അനുഭവത്തിൽ നിന്ന് എന്നെ, മേശക്കിൻ്റെ സമാന അനുഭവത്തിൽ നിന്ന് എന്നെ, ആമൻ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പലരും എഴുതിത്തള്ളിയ, ആമൻ പലരും മാറ്റി നിർത്തിയ അവസ്ഥയിൽ നിന്ന് കർത്താവ് തമ്പുരാൻ തിരഞ്ഞെടുത്ത് നെബായോത്തിലെ മുട്ടാടുകളെ വിളിച്ചു വരുത്തിയതുപോലെ, കേദാറിലെ ആടുകളെ വിളിച്ചു വരുത്തിയതുപോലെ, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട്, ആമൻ ചേറ്റിൽ നിന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് തമ്പുരാൻ എന്നോട് പറഞ്ഞു, കേദാറിലെ ആടുകളോട് പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞു, നീ ശുശ്രൂഷ ചെയ്യുക, നിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ പ്രസാദിക്കും. ആമൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് ആമൻ സ്തോത്രം അടുത്ത ഏപ്രിൽ മാസമാകുമ്പോൾ 15 വർഷം തികയുകയാണ്. ഹല്ലേലൂയ. ഈ 15 വർഷത്തെയും ജീവിതം നോക്കുമ്പോൾ ഹല്ലേലൂയ, ആമൻ എന്നെ ആ കേദാറിൽ നിന്ന് വിളിച്ചു വരുത്തി, ആമൻ നെബായോത്തിലെ മുട്ടാടുകളെപ്പോലെ എന്നെ വിളിച്ചു വരുത്തി, എൻ്റെ കയ്യിലേക്ക് കറുത്ത പുസ്തകം തന്ന് ആമൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചിട്ട് 15 വർഷം തികയുമ്പോൾ ആമൻ ഹല്ലേലൂയ, എനിക്ക് പറയാൻ ഒരു വലിയ സാക്ഷ്യമുണ്ട്. അപ്പൻ എൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു, അപ്പൻ എൻ്റെ ശുശ്രൂഷയിൽ പ്രസാദിച്ചു. കേദാറിനെ തിരഞ്ഞെടുത്തതുപോലെ, മേശക്കിനോട് ക്ഷമിച്ചതുപോലെ എന്നോട് തമ്പുരാൻ ക്ഷമിച്ചു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാത്രി നിങ്ങൾ കൊടും പാപം ചെയ്തവരൊന്നുമല്ല, കൊടും ക്രൂരത ചെയ്തവരൊന്നുമല്ല. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കരയാൻ നിനക്ക് മനസ്സുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെ പാപങ്ങളെ ഏറ്റുപറയാൻ മനസ്സുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, നിൻ്റെ തലമുറകളെ മാനിക്കും. അതുകൊണ്ട് ഇനിമേൽ നമ്മൾ മേശക്കിനെയോ കേദാറിനെയോ വിരൽ ചൂണ്ടി പറയരുത്, ഇതെന്തൊരു നാട്, എന്തൊരു മ്ലേച്ഛകരമായ നാടെന്ന് പറയരുത്. മറിച്ച് കേദാറിലേക്കും മേശക്കിലേക്കും ചൂണ്ടിയ വിരലുകൾ നിൻ്റെ അയൽവാസികളിലേക്കും
ആമേൻ, സ്തോത്രം. നിന്റെ ദേശത്തുള്ളവരിലേക്കും ചൂണ്ടിയ വിരലുകളെ ഇന്ന് രാത്രി തിരിച്ചു കൊണ്ടുവന്ന് നമ്മളിലേക്ക് ചൂണ്ടിപ്പറയാം, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, നീ കണ്ണീര് വീണാൽ ഒപ്പിയെടുക്കുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതെന്നിട്ട് തുരുത്തിയിൽ ശേഖരിച്ചു വയ്ക്കുന്ന ദൈവമാണ്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരു യേശുവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പാ, ആമേൻ, നീ അവിടെ നിന്ന് കർത്താവെ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുകയാണ്, ഞങ്ങൾ കരയുകയാണപ്പാ. ഞങ്ങളുടെ കണ്ണുനീരിനെ നീ തുരുത്തിയിലാക്കി വെക്കണമേ. തുരുത്തിയിലാക്കി വെച്ച തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് ഞങ്ങൾക്കൊരു അനുഗ്രഹം തരണമേ. കർത്താവെ, ഞങ്ങളെ മാനിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ മാനിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ മാനിക്കണമേ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക. ഹല്ലേലൂയ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോടു ചേർക്കുന്നോരേശുവുണ്ട്. നിന്നെ നെഞ്ചോടു ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവന് എല്ലാറ്റിനുമുടയവൻ, സ്വന്തമായുള്ളവൻ എല്ലാറ്റിനുമുടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ആമേൻ. രാത്രിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാമോ ദൈവമേ? കർത്താവിനോടൊന്ന് പശ്ചാത്തപിക്കാം, കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ, എനിക്കൊരു ഗുണഗണങ്ങളും ഇല്ലാത്തവനാണ് ഞാൻ. കർത്താവേ, ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ്. നിന്റെ സന്നിധിയിൽ വന്ന് നിന്ന് കർത്താവേ, നിന്നോട് വിളിച്ചപേക്ഷിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാൻ. അപ്പാ, കേദാറിന് സമമായ ജീവിതം നയിച്ചവനാണ്, മേശക്കിന് സമമായ ജീവിതം നയിച്ചവനാണ്. കർത്താവേ, അവരുടെ ആടുകളെ നീ എവിടെ നിന്ന് തിരിച്ചു വിളിച്ച് നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ആ ശുശ്രൂഷകളിൽ പ്രസാദിച്ച ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ പാവങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറ്റങ്ങളെയും പൊറുക്കണമേ, ഞങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചു മടങ്ങിപ്പോകുന്ന ദൈവജനത്തോട് നീ അവിടെ കൂടെ ഇരിക്കണമേ. അവരിന്ന് രാത്രി പാപബോധം വന്ന് അവിടെ ദൈനംദിന ജീവിതത്തിലുണ്ടായ ചെറിയ ചെറിയ പാപങ്ങൾ നിന്റെ മുമ്പിൽ നിരത്തി വെച്ച് ആമേൻ കുറ്റബോധം തോന്നി, ആമേൻ പാപബോധം വന്ന് കർത്താവെ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ, നിന്റെ മക്കളോട് മനസ്സൊലിയണമേ. കർത്താവെ, നീ എവിടെ നിന്ന് കാണണമേ. ഈ ശബ്ദപരിധിക്കുള്ളിലായിരുന്നു കൊണ്ട് ഭവനങ്ങളിലോ കടവരാന്തകളിലോ മറ്റിടങ്ങളിലോ ഒക്കെ ആയിരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിച്ച പ്രിയപ്പെട്ട ദൈവമക്കൾ ആമേൻ ഇതുപോലത്തെ ചിന്തയിലായിരിക്കുന്നെങ്കിൽ അപ്പാ, ആർക്കും വേണ്ടാത്ത അവരുടെ ജീവിതത്തെ തമ്പുരാന് വേണമെന്ന് പറയണമേ. കർത്താവെ, അവരെ തിരഞ്ഞെടുക്കണമേ,
ആമൻ ചേറ്റിൽ നിന്നും പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ഞങ്ങളെ വേണമെന്ന് പറഞ്ഞ് ആമൻ വലിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി നിന്റെ മക്കളോട് അറിയിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി കർത്താവേ ഈ സഭയെ അനുഗ്രഹിക്കണം. പേരെഴുതപ്പെട്ട എല്ലാ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണം. സഭാ ശുശ്രൂഷകനെ കുടുംബമായി അനുഗ്രഹിക്കണം കർത്താവെ. കൊയർ ടീമിനെ അനുഗ്രഹിക്കണം. അവൻ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തവരെ അനുഗ്രഹിക്കണം. ഈ കൺവെൻഷന് വേണ്ടി കർത്താവെ ധനം ചിലവഴിച്ചവരെ അനുഗ്രഹിക്കണം കർത്താവെ. ആമൻ ആരോഗ്യത്തെ കൊടുത്തവരെ അനുഗ്രഹിക്കണം കർത്താവെ. ആമൻ സ്തോത്രം വ്യയം ചെയ്തവരെ അനുഗ്രഹിക്കണം. എല്ലാവരും നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. ഈ ദേശത്തെ അനുഗ്രഹിക്കണം. ദേശനിവാസികളെ അനുഗ്രഹിക്കണം. ആമൻ ഈ ദേശത്ത് ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ ശത്രുവിൻ്റെ ആമൻ ബന്ധനത്തിൽ നിന്ന് ഈ ദേശത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നീ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നിന്റെ മക്കളെ കരുതണം. എല്ലാവരെയും തൃക്കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു.